ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ശബ്ദം കേൾക്കുന്നില്ലേ? അതാണ് വൈകാനുള്ള കാരണം. നല്ല ഒച്ചയും ബഹളമാണ്. പോലീസുകാരായിട്ട് ഇടിയുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 112 വിളിക്കുക, ശബ്ദ മലിനീകരണം ഉണ്ടാവുക. രാത്രി 10 മണിയായിട്ടും ഇവിടെ ഒച്ചയും ബഹളം തീർന്നിട്ടില്ല. വലിയ ധാർമ്മികതയുടെ മൊത്തക്കച്ചവടമാണെന്നൊക്കെ പറയുന്ന ആളുകളാണ് മതം. ആ മതത്തിൻ്റെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പച്ചയായ നിയമലംഘനം അത് അവർക്കൊരു അധാർമിക പ്രവൃത്തിയായിട്ട് തോന്നുന്നില്ല എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അവിടെ പറയുന്നത് ആണെങ്കിൽ എന്താണ്, ഈ പാതിരാത്രിക്ക് ഈ ലൗഡ് സ്പീക്കറും വെച്ചിട്ട് ആളുകളുടെ ചെവി പൊട്ടിക്കുന്ന രൂപേണ പറഞ്ഞുകൊണ്ട് അവരുടെ ചെവിക്കല്ല് പൊട്ടിക്കുമ്പോൾ മുഹമ്മദ് നബിയെക്കുറിച്ച് തള്ളാണ്. അള്ളോബിനിഷത്ത് വരെ അവിടെ പറയുന്നുണ്ട്. പോലീസുകാരും വിളിക്കേണ്ടത് നമുക്കൊന്ന് എടുത്തേക്കാം. ഹലോ, അതെ, പോലീസുകാരനാണോ നിങ്ങൾ? ആ, ഓക്കെ. സൗണ്ട് പൊല്യൂഷൻ. ആ, അതെ. നിങ്ങൾ വിളിക്കുന്നത് എവിടെ നിന്നാണ്? അത്താണിന്നാണോ? ഓക്കെ. ഇതിവിടെ നടക്കുന്നത് മസ്ജിദ് നൂർ അടുത്തായിട്ട് വരും. അതെ 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 അതെ. ആ, ഞാനിപ്പോൾ അവിടെ ഒരു വിരുന്ന് വന്നതാ. അതെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ 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 അതെ. അപ്പൊ സാറിന് നമ്മളറിയാം. അത് ശരി, എന്നാ എന്തായാലും ഒന്ന് ചെയ്യും. ഇതൊക്കെ നിയമപരമായിട്ട് തെറ്റല്ലേ? അതെ. അല്ല, ഓവർ സൗണ്ട് എന്നല്ല, ഇത് 50 ഡെസിബൽ അല്ലേ ഇവിടെ പാടുള്ളൂ. ഇവിടെ ഞാൻ അളന്നു നോക്കി, ഇത് മോർ ദാൻ 80 ആണ്. ഓക്കെ, ഞാൻ അവിടെ ഉണ്ടാവില്ല. ഇല്ല. അതെ അതെ, മതി മതി. എന്റെ പേരൊന്നും പറഞ്ഞേക്കല്ല, ജീവന് കൊതിയുണ്ട്. ശരി ശരി, ഓക്കെ. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി പ്രധാനമന്ത്രി ആവേണ്ട ആളാണ്. ശരി എന്നാ. ഓക്കെ, ഇനി മൂപ്പര പാടായി. എന്തായാലും ഇതൊക്കെയാണ് അവസ്ഥ, അല്ലാതെ വേറെ വഴിയില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അതാണ്. ഈ ധാർമ്മികതയുടെ മൊത്തക്കച്ചവടം ആണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ചെയ്തു കൂട്ടുന്ന പോക്കിരിത്തരങ്ങൾ ഇതൊക്കെയാണ്. തള്ളാണ് അവിടെ. അള്ളോപനിഷത്ത് വെച്ചിട്ട് ഏതോ നമ്മളുടെ ഉപനിഷത്തുകളിൽ മുഹമ്മദ് നബിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തള്ളു. അതുകൂടാതെ ബിലാൽ തൂറി എറിഞ്ഞ കഥ വരെയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ചെറിയ പിഞ്ചു കുട്ടികൾ നബിദിനത്തിൻ്റെ പേരിൽ അവരെ പറഞ്ഞ് പറ്റിക്കുകയാണ്. ഇതിൽ ഈ വെള്ളപൂശിയ ഇസ്ലാം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു മികച്ച ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് അവിടെ കേൾക്കാം. ഞാനേതായാലും അവിടെ കുറച്ച് നേരം വിരുന്നുകാരനായിട്ട് വന്നതാണ്. നമ്മളേതായാലും നമ്മളുടെ ആ വഴിക്ക് വന്നു. വലിയ ബുദ്ധിമുട്ടാണ്. എന്തായാലും നമുക്ക് നമ്മളെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നൊരു വിഷയം, അത് പി ജയരാജൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്, സംസ്ഥാന കമ്മിറ്റി അംഗം, മുൻ MLA എന്നൊക്കെയുള്ള രീതിയിൽ പേരെടുത്ത ഒരു വ്യക്തി. അദ്ദേഹം നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പോൾ അത് ഞാനങ്ങ് വിട്ടു. പക്ഷേ ഇന്ന് വിഷയം എടുക്കാൻ കാരണം അതിന് ശേഷം പുള്ളി നടത്തിയ ചില കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ്. അപ്പോൾ പിന്നെ നമുക്കത് വിശദമായിട്ടൊന്ന് പറയണമല്ലോ. ഇവരുടെ ഈ പരിപാടി, ഈ തുരപ്പൻ പരിപാടി, അത് നമ്മളൊന്ന് കാണണം. എന്താണ് എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് വരാം. ആ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുകൂടാതെ നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാനിവിടെ നിന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുണ്ടാവും ജനം TV-യുടെ പേരിൽ വന്നിട്ടുള്ള പോസ്റ്ററുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വ്യത്യസ്തമായ ഒരു ബാലനാകാൻ വേണ്ടിയിട്ട് ഞാൻ റിപ്പോർട്ടർ ചാനലിലെ ഒരു പോസ്റ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, കേരളത്തിൽ നിന്ന് ISIS റിക്രൂട്ട്മെൻറ്റ്. കേൾക്കാമല്ലോ അല്ലേ? ശബ്ദമൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ? ആ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു. അപകടകരമായ ആശയത്തെ ഗൗരവത്തോടെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് അത് പി ജയരാജൻ നടത്തുന്നു. ഓണദിനത്തോട് അനുബന്ധിച്ച് നടത്തിയ ഏതോ ഒരു ചെറിയൊരു ചാനലിൽ നടത്തിയ അഭിമുഖം, അതിനകത്ത് കൊടുത്ത ചില വാചകങ്ങളാണ് ഇപ്പോൾ വലിയ വിഷയമായിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നു, ഇത് ചർച്ചയാകുന്നു, വലിയ തോതിൽ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഇന്ന് പൊളിറ്റിക്കൽ ഇസ്ലാം വലിയ പ്രശ്നമായി വരികയാണ്. കേരളത്തിലടക്കം ചില ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോയി ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നു. IS റിക്രൂട്ട് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
കാശ്മീരിലെ കുപ്വാരയിൽ കണ്ണൂരിൽ നിന്നുള്ള 4 ചെറുപ്പക്കാർ പോയി ഏറ്റുമുട്ടി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇന്ത്യൻ സൈന്യവുമായി ഏറ്റുമുട്ടിയാണ് കൊല്ലപ്പെട്ടത്. ഇന്ത്യക്കാർ ഇന്ത്യൻ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് മരിക്കുന്നു. എന്താ കാരണം? അതാണ് ഇസ്ലാമിൻ്റെ കാരണമെന്ന് പറയുന്നത്. ഇതിനെയൊക്കെയാണ് നമ്മൾ ജിഹാദ് എന്ന് പറയുന്നത്. ഇതിനെയാണ് ഇങ്ങനൊരു സാധനം ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ മെഴുകുന്ന നമ്മളുടെ കാക്കാമാരെയും അവർക്ക് ചൂട്ടുപിടിക്കുന്ന നമ്മളുടെ കപട മതേതരവാദികളെയും രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകളെയൊക്കെ നമ്മളിവിടെ കണ്ടത്. എല്ലാവരെയും നമ്മളിവിടെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്നതിന് ശേഷം ചർച്ചയായപ്പോൾ നമ്മളുടെ പതിവ് പരിപാടി തള്ളുക, വളച്ചൊടിക്കുക എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹവും അവിടെ രംഗപ്രവേശനം ചെയ്തു. അഭിമുഖം വളച്ചൊടിച്ചു. IS റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജയരാജൻ. ഇത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് നമ്മുടെ മാധ്യമ ചാനൽ പത്രത്തിലാണ്. അവരതിനെക്കുറിച്ച് വലിയ വാർത്തകളാണ്, നിരന്തരം വാർത്തകളാണ്. അപ്പോൾ എന്താണ് നമ്മളുടെ ജയരാജൻ പറഞ്ഞത് എന്നുള്ളത് സംബന്ധിച്ചിട്ട് നമുക്കൊന്ന് കേൾക്കണമല്ലോ. അപ്പോൾ ഇദ്ദേഹം ആരാണ്, എന്താണ് എന്നുള്ളതൊന്നും ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് അറിയുന്ന ഒരാളാണ്, ഒരു കയ്യുമായിട്ട് നടക്കുന്ന ആളാണ്, ഏതോ BJP-കാരൻ്റെ വെട്ടുകൊണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അത് വേറെ വിഷയമാണ്. നമ്മളുടെ വിഷയം ഇസ്ലാമിക് ടെററിസവും ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ ഇദ്ദേഹം എന്താ പറഞ്ഞത് കേൾക്കാം. Like the PFI and has also confirmed ISIS recruitment from Kannur, where he's previously served as party district committee secretary. Listen in. ഇന്ന് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു വലിയ പ്രശ്നമായിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലടക്കം ചില ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോയി ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നു, എന്നിട്ട് സിറിയയിൽ പോയി, അഫ്ഗാനിസ്ഥാനിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചില സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ. അപ്പോൾ അതിനെ അതിശയോക്തിപരമായി കാണണ്ട. പക്ഷേ ചില ചെറുപ്പക്കാരെയെങ്കിലും ഈ തരത്തിലുള്ള രാഷ്ട്രീയ ഇസ്ലാം സ്വാധീനിക്കുന്നു. പ്രധാനമായിട്ട് വന്നത് ഈ 92-ലെ ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷമാണ് ഈ തരത്തിൽ ചില ചെറുപ്പക്കാരൊക്കെ വഴിതെറ്റിപ്പോയത്. പക്ഷെ കൃത്യമായിട്ട് അവരെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഫലമായിട്ട് പലരും വഴിതെറ്റിപ്പോയിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും IS-ലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കാശ്മീരിലെ കുപ്വാരയിൽ കണ്ണൂരിൽ നിന്നുള്ള 4 ചെറുപ്പക്കാർ പോയി ഏറ്റുമുട്ടി കൊല ചെയ്യപ്പെട്ടല്ലോ. അതാണ്. അപ്പോൾ അത് ഇന്ത്യൻ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടിയിട്ടാണ് കൊല ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന മതനിരപേക്ഷ ചട്ടക്കൂടിനകത്ത് ജീവിക്കാൻ പറ്റില്ല. മതരാഷ്ട്രത്തിൽ മാത്രമേ തങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ള അപകടകരമായിട്ട് സന്ദേശത്തിന് സ്വാധീനിക്കപ്പെട്ടവരാണ് ഈ പറയുന്ന വഴിതെറ്റിയവർ. അതുതന്നെയാണ് നമ്മൾ പറയാറുള്ളത്. ഇദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇത് ആദ്യം കേട്ടപ്പോൾ നമ്മളുടെ മനസ്സിൽ വന്നത് ഓക്കെ, ചില നേതാക്കളെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ, നല്ല കാര്യം. ഒരു എന്താ പറയുക, ദർ ഈസ് ഓൾവേസ് എ ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ എന്നൊക്കെ പറയുന്ന പോലെ ഈ സമയം കടന്നു പോകും എന്ന് പറയുന്നത് പോലെ ഈ ഇസ്ലാമിക് ടെററിസം അത് നമ്മുടെ സമൂഹം ഫേസ് ചെയ്യുന്നൊരു വലിയ പ്രശ്നമാണ്. നമ്മളെപ്പോഴും പറയുന്ന സാധനമാണ് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ്. അതുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ, ഇതെല്ലാം നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിനും ഒരു അന്ത്യം വരും. പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇസ്ലാം തന്നെ ഇവിടെ അതിൻ്റെ കെട്ടഴിഞ്ഞ് വീഴുന്ന ഒരവസ്ഥ. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഔട്ട്ഫിറ്റിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയും കുറയും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഒരു സമാധാനം. അപ്പോൾ അതിലേക്ക് ഒരാൾ കൂടി പറയല്ലോ എന്ന ഒരു സമാധാനത്തിലിരിക്കുമ്പോൾ ആ രീതിയിലേ നമ്മൾ ഇതിനെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ വിവാദമായപ്പോൾ എന്താ ഉണ്ടായത്? P. ജയരാജൻ വന്നിട്ട് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അതുകൂടാതെ ഇപ്പോഴും ഇനി അങ്ങനെ പറഞ്ഞാലും അത് ഇവിടെ നിഷേധിക്കാൻ കഴിയില്ല. കാരണം ഇന്നത്തെ കാലം സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ അതവിടെ ഉണ്ടാകും, റെക്കോർഡഡാണ്. അത് നിങ്ങളുടെ കൈകളിൽ പിന്നെ നിൽക്കില്ല. നമ്മൾ സാധാരണ പറയാറുണ്ട് വാവിട്ട വാക്കും കൈവിട്ട ആയുധവും എന്ന് പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയുടെ കാലത്ത് അത് വലിയ ഒരു സത്യമാണ്. അത് അർത്ഥവത്തായിട്ടുള്ളൊരു പ്രയോഗമാണ്. ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കാൻ കഴിയില്ല. പണ്ടായിരുന്നു ഈ നടക്കും. നിങ്ങൾ പത്രത്തിൽ ആരെങ്കിലും പറഞ്ഞു അവിടെ റെക്കോർഡിംഗ് ഇല്ല, അപ്പോൾ ഇതെവിടെ തെളിയിക്കും? അങ്ങനെ ഒരു സംഭവമില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നിങ്ങൾ പറഞ്ഞാൽ പറഞ്ഞതാണ്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കേട്ടത്. അതിൽ ക്ലിയർ ആയിട്ട് കേട്ടു. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നു. ബാബറി മസ്ജിദ് പോലെയുള്ള വിഷയങ്ങൾ എങ്ങനെയാണ് ഈ മുസ്ലിം യുവതയെ വഴിതെറ്റിച്ചത് എന്നതിനെക്കുറിച്ച് പറയുന്നു. അവസാനം പറഞ്ഞത് ഈ ISIS റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചും കൂടിയാണ്. അപ്പോൾ ഇതിൽ ഈ ബാബറി മസ്ജിദിൻ്റെ വിഷയം അത് നമ്മൾ പോപ്പുലർ ഫ്രണ്ടുകാരെ ഇറക്കിയ മിഷൻ 2047 ആ ഡോക്യുമെൻറ്റിൽ അവർ എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെയുള്ള വിഷയങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. എന്നിട്ട് പരമാവധി മുസ്ലിങ്ങളിലേക്ക് ഈ വിക്ടിം കാർഡും ഇത്തരത്തിലുള്ള ആ ഒരു
പീഡിപ്പിക്കപ്പെടുന്ന ഒരു സമുദായമാണ് തങ്ങൾ എന്ന ആ ഒരു നറേറ്റീവിടെ ബലപ്പെടുത്തുന്നതിന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കണം എന്ന് അവർ അതിനകത്ത് എഴുതി വെച്ചത് നമ്മളിവിടെ മുന്നേ പരിശോധിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ അതുപോലെ ഈ തരത്തിലുള്ള വിഷയങ്ങൾ മുസ്ലിം യുവതയെ അത് ബാധിച്ചിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുന്ന അവസ്ഥ അതും കൂടിയാണ് ഇവിടെ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്ത കാര്യങ്ങൾ, തീവ്രവാദികളായിട്ടുള്ള ആളുകൾ തീവ്രവാദ സംഘടനയിലേക്ക് നടത്തുന്ന റിക്രൂട്ട്മെൻറ്റ്സ് അതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മൾ കേട്ടു. ഇതാണ് ഇവിടുത്തെ വിഷയം, ഇതാണ് ഇദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് ഐസിസ് റിക്രൂട്ട്മെൻറ്റ്, പി ജയരാജൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ ദുരുദ്ദേശമെന്ന് സാദിഖ് അലി തങ്ങൾ, നഷ്ടമായ വോട്ടുകൾ തിരിച്ചു പിടിക്കാണ് CPM ലക്ഷ്യം എന്ന്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ വന്നിട്ട് ഇവിടുത്തെ ഗോവധം അത് നടത്തി എന്നതിൻ്റെ പേരിൽ ആരെങ്കിലും തല്ലിക്കൊല്ലുമ്പോൾ അത് ചെയ്യുന്ന ആളുകളെ ഇവിടെ തള്ളിപ്പറയുമ്പോൾ അത് മുഴുവൻ ഹിന്ദുക്കളെയാണ് പറയുന്നത്, അത് നഷ്ടപ്പെട്ട വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ആ പ്രശ്നം ഉണ്ടാക്കിയ ആളുകളുടെ കൂടെ കൂടുന്നുണ്ടോ? ഇല്ല. മാത്രമല്ല, ഇനി അഥവാ വേറെ ആരെങ്കിലും, അങ്ങനെ സംഭവിക്കുന്നില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും ഞങ്ങളും എന്നാൽ ഇനി അങ്ങനെ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവർ വിളിച്ചതിൻ്റെ ഭാഗമായിട്ട് അവരും ഈ കൗ വിജിലാൻറ്റീസായിട്ട് മാറുന്നു, അതിനെക്കുറിച്ച് ആരെങ്കിലും വിമർശനം ഉന്നയിക്കുമ്പോൾ ആ സംഗതിയെ എല്ലാവരും ഏറ്റുപറയുന്നു എന്നതിനപ്പുറത്തേക്ക് അതങ്ങനെ നടക്കുന്നു, അത് പാടില്ല എന്നൊക്കെ പറയുന്നൊരു തലത്തിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് വരുന്നു എന്നതിനപ്പുറത്തേക്ക് അത് പറയുന്നവർ മുഴുവൻ അത് ഹിന്ദുക്കളാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെ അവരെ രക്ഷിക്കാനുള്ള ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ ഹിന്ദു സമൂഹം നിൽക്കുന്നുണ്ടോ? ആരെങ്കിലും നിൽക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള തീവ്രവാദ സംഘടനകൾ, തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ അവരുണ്ടാക്കുന്ന കുഴപ്പങ്ങളെ വിരൽ ചൂണ്ടി അതിനെതിരെ വിസിൽ ബ്ലോയിങ് നടത്തുമ്പോൾ എന്തിനാണ് ഇതുപോലെ വന്നിട്ട് കവചം തീർക്കുന്നത്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെ ഒരു കവചം തീർക്കുന്നത് വഴി ഇവിടെ ഗുണമാർക്കാണ്? അത് ഈ പറയുന്ന തീവ്രവാദികൾക്ക് തന്നെയല്ലേ? ഇതല്ലേ നമ്മളെപ്പോഴും പറയാറുള്ളത്. ഇവിടെയും മുസ്ലിം ലീഗിൻ്റെ നേതാവ് എന്ന രീതിയിൽ തൊപ്പിയും വെച്ച് ഇവിടെ താടിയില്ലാതെ നടക്കുന്ന ഈ കാക്കാൻ എന്താ ഇവിടെ പറഞ്ഞു വെക്കുന്നത്? ഇത് ദുരുദ്ദേശപരമാണ്. ഇതിലെന്ത് ദുരുദ്ദേശമാണ്? ഐസിസിനെ വിമർശിക്കുക എന്ന് പറയുന്നതിൽ എന്ത് ദുരുദ്ദേശമാണ് വേണ്ടത്? അത് വിമർശിക്കപ്പെടേണ്ട സാധനമല്ലേ? ഇനി അങ്ങനെ പറഞ്ഞു, അപ്പോൾ നിങ്ങളും അത് പറയലേ വേണ്ടത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? പറഞ്ഞ ആൾ പോലും പിൻവലിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഇതിനെ മാത്രമായിട്ട് നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയാം? അപ്പോൾ എത്ര വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാക്കമാരുടെ മുന്നിൽ, താടിയുള്ള അപ്പൻ്റെ മുന്നിൽ എത്തിക്കഴിയുമ്പോൾ ഇതുപോലെ മുട്ടിലിടിച്ച് അവിടെ മുള്ളിപ്പോകുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ അടുത്തത് വെൽഫെയർ പാർട്ടി, നമ്മൾ മീഡിയ വൺ ആ പത്രത്തിൻ്റെ അല്ലെങ്കിൽ മാധ്യമത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, അവരുടെ ഏറ്റവും മികച്ച സോഴ്സ് എന്ന് വേണമെങ്കിലും പറയാം. ആ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഒരു തീവ്രവാദ സംഘടനയുടെ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ ഇതേപോലെ വാർത്തയാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിക്കുക. പോട്ടെ, അവരിവിടെ ഒരു അംഗീകൃത സംഘടനയായിട്ട് വർക്ക് ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ നമ്മൾ സമ്മതിക്കുകയാണ്. അവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് എന്താണ്? പി ജയരാജൻ്റെ പ്രസ്താവന സംഘപരിവാർ നുണകളുടെ മെഗാഫോണായി CPM നേതാക്കൾ മാറുന്നു. ഇതാണ് അവരുടെ ആരോപണം. അതായത് പിണറായി CPM നിലപാട് വ്യക്തമാക്കണം എന്ന് പറഞ്ഞിട്ട് അവരും ഒരു സംഗതി. അപ്പോൾ ഇതിൽ ഈ ഐസിസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു, അങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ടാകുന്നു, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തീവ്രവാദത്തിലേക്ക് പോകുന്നൊരു പ്രവണത ഇവിടെ ഉണ്ടാകുന്നു എന്ന് പറയാൻ അത് സംഖ്യയ്ക്ക് മാത്രമേ പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സംഖ്യ മാത്രമേ അത് പറയുന്നുള്ളൂ? അങ്ങനെയാണോ? ഈ ലോകത്ത് എല്ലാ രാജ്യവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇസ്ലാമിക് ടെററിസം. അറബ് രാഷ്ട്രങ്ങളടക്കം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, സൗദി അറേബ്യയിലെ MBS മൂപ്പരെന്താ പറഞ്ഞത്? ഇസ്ലാമിക് ടെററിസത്തെ കെട്ടുകെട്ടിക്കും, അതിന് വേണ്ടിയിട്ടുള്ള പണിയായിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഞാനതൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ ഈ സൗദി രാജകുമാരനും സംഖ്യയായോ? എനിക്കതാണ് മനസ്സിലാവാത്തത്. ഇതിനെക്കുറിച്ച് ആര് പറഞ്ഞാലും സംഖ്യയാവോ? ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയുന്ന ആളുകളെ മുഴുവൻ സംഘിച്ചാപ്പ അടിച്ചുകൊണ്ട് എത്ര നാൾ നിങ്ങൾക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും? ഈ വാസ്തവത്തെ നിങ്ങൾക്ക് എത്ര നാൾ ഒളിപ്പിച്ചു വെക്കാൻ കഴിയും? നിങ്ങളുടെ വീടും നിങ്ങളുടെ നിൽക്കുന്ന പറമ്പും നിങ്ങളുടെ കട്ടിലടക്കം ഇസ്ലാമിക് ടെററിസ്റ്റുകൾ വന്ന് ബോംബ് പൊട്ടിച്ച്, ഇതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടു പേജറൊക്കെ പൊട്ടുന്നത് എന്ന് പറഞ്ഞ പോലെ ഇതുപോലെ പൊട്ടിത്തെറികൾ. നിങ്ങൾ യാത്ര ചെയ്യുന്ന ട്രെയിനോ ബസ്സോ, നിങ്ങൾ പോകുന്ന ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയമോ ഒരു മോളോ അല്ലെങ്കിൽ ഒരു മ്യൂസിയമോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റോ എവിടെയാണെങ്കിലും ഇതുപോലെ ഒരു ആക്രമണം ഉണ്ടായി നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു ബോംബ് പൊട്ടുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ
അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്ന കേൾക്കുമ്പോൾ എല്ലാവരും ചെതറി ഓടുമ്പോൾ നിങ്ങൾ ഓടേണ്ടി വരുമ്പോഴാണ് നിങ്ങൾ തിരിച്ചറിയുള്ളൂ ഇതൊരു വലിയ പ്രശ്നമാണെന്ന്. ചിലപ്പോൾ സത്യത്തിൽ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക, ഏതെങ്കിലും ഒരാൾ തൻ്റെ കുട്ടിക്ക് അള്ളാഹു അക്ബർ എന്ന് പേരിട്ട് കാണും. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ ആ കുട്ടിയെ കാണാണ്ടായി, അപ്പോൾ മോനെ അള്ളാഹു അക്ബറെ എന്ന് വിളിച്ചതായിരിക്കും, അള്ളാഹു അക്ബർ എന്ന് വിളിച്ചായിരിക്കും, ഇവിടെ വാ എന്ന് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരിക്കും. അപ്പോഴേക്കും ആളുകളോടും. ഇതാണ് അവസ്ഥ. എന്ന് വെച്ചാൽ ശ്രീരാമ ഇവിടെ വരൂ എന്ന് വിളിച്ചാലോ, അല്ലെങ്കിൽ ജയ് ശ്രീരാമേ എന്ന് വിളിച്ചാലോ, അല്ലെങ്കിൽ ഹല്ലേലൂയ എന്ന് കുട്ടിക്ക് പേരിട്ട് വിളിച്ചാൽ പോലും ആരും ഇവിടെ ഓടില്ല. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പട്ടിക്ക് അള്ളാഹു അക്ബർ എന്ന് പേരിട്ടിട്ട് ആ പട്ടിയെ നിങ്ങൾ അള്ളാഹു അക്ബർ ഒന്ന് പേര് ചൊല്ലി വിളിച്ചാൽ മതി, നാട്ടുകാരോടും. അതാണ് അവസ്ഥ. ഒരു മുറുമുറുപ്പായി ഒരു സ്വകാര്യം പറച്ചിലിൽ പോലും നിങ്ങൾക്ക് അള്ളാഹു അക്ബർ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. ഇത് ചെറിയ എക്സാജറേഷനോ അല്ലെങ്കിൽ ചെറിയ കാര്യമോ അല്ല, ഇതൊരു വലിയ ഒരു യാഥാർത്ഥ്യമാണ്. ചില ഫ്ലൈറ്റുകളിൽ ചില ആളുകൾ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യാത്ര ചെയ്യുന്ന ഒരു സഹയാത്രികൻ, അയാൾ തൻ്റെ ഐപാഡിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇങ്ങനെ കുത്തിക്കുറിക്കുന്നു. അപ്പോൾ അടുത്തിരുന്ന ഒരു വൃദ്ധയായിട്ടുള്ളൊരു വനിത, അവർ പെട്ടെന്ന് ഇങ്ങനെ ഇടങ്ങണ്ണൊക്കെ ഇട്ട് നോക്കിയപ്പോൾ എന്തോ പന്തികേട്. ഉടനെ തന്നെ അവർ പാനിക് അവിടെ അറിയിക്കുന്നു. ഉടനെ ആളുകളൊക്കെ വരുന്നു, അടുത്തിരുന്ന ആളെ പിടിക്കുന്നു, പൊക്കുന്നു, എന്നിട്ട് താഴെ കൊണ്ടുവന്നു. ഫ്ലൈറ്റ് ഡിലേ ആവുന്നു, എല്ലാം സംഭവിക്കുന്നു. അങ്ങനെ താഴെ കൊണ്ടുപോയിട്ട് നോക്കിയപ്പോൾ എന്താണ്, മൂപ്പരെന്തോ പരീക്ഷയ്ക്ക് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തോ കണക്ക് ചെയ്യായിരുന്നു. ഇങ്ങനെ നോക്കിയപ്പോൾ കുറേ വള്ളിയും വരയൊക്കെ കണ്ടപ്പോൾ ഏതോ മറ്റേ ഇൻ്റഗ്രേഷൻ ഇക്വേഷനൊക്കെ ആയിരിക്കണം. അത് കണ്ടപ്പോൾ സംഗതി ഇങ്ങേർക്ക്, നമ്മളുടെ അമ്മച്ചിക്ക് അതെന്തോ അറബിയായിട്ട് തോന്നി. അറബി ഭാഷയിലൊരു സാധനം എയറോപ്ലെയിനിൽ നിന്ന് എഴുതിയാൽ അവനെ പിടിച്ച് താഴെ ഇറക്കുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. ഇത്രമാത്രം സ്റ്റീരിയോ ടൈപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതായത് മീശമാധവൻ സിൻഡ്രോം എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു ബോംബ് പൊട്ടിയാൽ, ആരെങ്കിലും ഒരു തീവ്രവാദത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്ന് വന്നാൽ നമ്മൾ പോലീസുകാരൻ വിളിക്കുന്നുണ്ട്. ഒന്നെടുത്തേക്കാം. ഹലോ, ഓക്കെ. ഇതേ പള്ളിയിൽ 5 ലൗഡ് സ്പീക്കർ വെച്ചിട്ടാണ് ബാങ്ക് വിളിക്കുന്നത്, നിരോധിക്കപ്പെട്ട ലൗഡ് സ്പീക്കർ. അതും കൂടി നിങ്ങളൊന്ന് കൈകാര്യം ചെയ്യണം. അതെ, കാരണം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 112 വിളിച്ച് പറയാനാണ്. വേണ്ട, നമുക്കത് ബുദ്ധിമുട്ടാണ്. ഞാൻ പലതവണ വിളിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അതെ. അവിടുന്ന് വേറൊരു പോലീസുകാരൻ വിളിച്ച് എൻ്റെ ചെവിയിൽ പഞ്ഞു വെച്ചോളാനാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടാണ്. അല്ല, ഇതും ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഈ ലൗഡ് സ്പീക്കർ നിരോധിക്കപ്പെട്ട സാധനം, ഇല്ലീഗലാണ്. കൊളാമ്പി അതാ പറഞ്ഞ, അത് നീക്കി തുടങ്ങി. ഏത്? അതെ, കള്ളു കുടിക്കുന്ന ആളുകൾ കള്ളു കുടിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് തുടരാൻ പറ്റുമോ? അതെ, അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കണം എന്ന് പറയാണ്. എന്തായാലും ഞാൻ വീണ്ടും പരാതി വിളിച്ച് പറയും, നമുക്ക് വീണ്ടും സംസാരിക്കാം. കൺട്രോൾ റൂമിൽ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഞങ്ങൾ ഇത് വന്നിങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. അതാത് സ്റ്റേഷനുകളിലാണ് ഇങ്ങനെയുള്ള പരിപാടികൾ നമുക്ക് സെറ്റിൽമെന്റുകൾ നടത്താൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ അല്ല, ഇത് സത്യം പറഞ്ഞാൽ പോലീസുകാർ നേരിട്ട് കണ്ട് നടപടി എടുക്കേണ്ട കാര്യമാണ്, നമ്മളുടെ ആവശ്യമില്ല. ഓക്കെ, കാരണം ഇത് ഇപ്പൊ ഒരു നാട്ടിലൊരു കത്തിക്കുത്തുണ്ടായ പരാതി പറഞ്ഞാലേ നിങ്ങൾ കേസ് എടുക്കൂ, അങ്ങനെ ഇല്ലല്ലോ. ഇതങ്ങനെയാണല്ലോ, ഇതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആണല്ലോ. ഇത് ഇല്ലീഗലാണ്, ബൈ പേപ്പർ ബൈ റൂൾ ഇല്ലീഗലാണ്. കോടതി വിധിയുള്ളതാണ്, 2020 റൂൾസിലുള്ളതാണ്, ഇത് നിരോധിച്ചതാണ്. ഓക്കെ, ആർക്കെതിരെ? അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. എത്ര ആളുകൾക്കെതിരെ ചെയ്യേണ്ടി വരും? അതിനുള്ള ചെലവാര് വഹിക്കും? അതെ, തീർച്ചയായിട്ടും വളരെ മികച്ച രീതിയിൽ പോകുന്നുണ്ട്. ശരി, ഓക്കെ, താങ്ക് യു. നന്മയുള്ള പോലീസുകാരനാണ്. ഇതാണ്, പോലീസുകാരുടെ കൈയും കാലും കെട്ടിയിട്ടിട്ടാണ് പല കാര്യങ്ങളും ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് അവരുടെ ആ ഒരു വിഷമം മനസ്സിലാവും. പക്ഷേ ഇത് കേട്ടല്ലോ, ഓരോ വ്യക്തിയും ഇത് ഫേസ് ചെയ്യുന്ന ആളുകളും ഇവിടെ കോടതി പോകണമെന്നാണ് പറയുന്നത്. കോടതി ചിലവാര് വഹിക്കും. ഒരു നിയമം ഇവിടെ ഉണ്ടായിട്ട് അത് നടപ്പിലാക്കാൻ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക്, ഇവിടുത്തെ ഗവൺമെൻറ്റുകൾക്ക് സാധിക്കുന്നില്ല. എന്നിട്ട് കോടതി പോകണമെന്ന് പറയുന്നു. ഇതാണ് എല്ലാത്തിലും സംഭവിക്കുന്നത്. നമ്മൾ ഈ യൂണിഫോം സിവിൽ കോഡിൻ്റെ വിഷയം വരുമ്പോഴും പറയുന്നത് അതാണ്, നിങ്ങൾക്ക് സ്വത്തവകാശം കിട്ടി നിങ്ങൾ കോടതി പോ എന്ന് പറയുന്നത് എത്ര പേർക്ക് പോകാൻ പറ്റും?
ഈ പാവപ്പെട്ട ആളുകൾ ഇതിനൊന്നും സാധിക്കാതെ നിയമസഹായം തേടി ഇത് വലിയ 10,000 20,000 ഒക്കെ അല്ലെങ്കിൽ 50,000 ഒക്കെ വക്കീലിന് കൊടുത്തിട്ട് എത്ര പേർക്ക് വാദിക്കാൻ കഴിയും? ഒരു ഷുക്കൂർ വക്കീലിന് പറ്റുമായിരിക്കും, എല്ലാവർക്കും ഷുക്കൂർ വക്കീലാവാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ നമ്മൾ പറയുന്നത് ടോപ്പ് ടു ബോട്ടം ഒരു നിയമം, ആ നിയമത്തിൻ്റെ കീഴിലേക്ക് എല്ലാവരെയും കൊണ്ടുവരാം. ഇതാണ് അതിൻ്റെ രീതി. അത് നടപ്പിലാക്കണമെങ്കിൽ ഇച്ചിരി ഇന്നലെ പൊട്ടിയ മാതിരത്തെ ബോൾ ഉണ്ടായിട്ട് കാര്യമില്ല, അതിന് കുറച്ച് ഉറച്ച ബോൾ തന്നെ വേണം. അത് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ രാഷ്ട്രീയം കൈയാളുന്ന ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു രീതി അത് നമ്മളിവിടെ ഒന്ന് അറിയണം, നിങ്ങൾ തിരിച്ചറിയണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ അവസ്ഥ. ഞാനത് ലൈവായിട്ട് നമുക്കിത് വീണ്ടും ഇനി ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ദിവസം വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഒന്ന് നോക്കാം എന്താണെന്നുള്ളത്. നമുക്ക് ലൈവായിട്ട് തന്നെ ചെയ്യാം. ഏതായാലും എസൻസിൻ്റെ കീഴിൽ സൗണ്ട് പൊല്യൂഷൻ്റെ പേരിൽ അതുപോലെ NRC ഒക്കെ നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടാവും. ഏതായാലും അത് എസൻസ് വലിയൊരു ക്യാമ്പയിനായിട്ട് എടുക്കാനുള്ള ഒരു ആലോചനയിലാണ്. മാസമായിട്ട് 112ലേക്ക് പരാതികൾ അറിയിക്കുക, വിളിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓൾ കേരള ക്യാമ്പയിൻ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ അത് നിങ്ങൾക്കും ഭാഗമാകാം. അങ്ങനെ മാസമായിട്ട് ഇതുപോലെ അനോണിമസ് ആയിട്ട് പോലും പരാതി കൊടുക്കാനുള്ള അവകാശമുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും പള്ളി ആയിക്കോട്ടെ, അമ്പലമായിക്കോട്ടെ, രാഷ്ട്രീയക്കാരുടെ പരിപാടികളായിക്കോട്ടെ, ഏത് തന്നെയായാലും അവിടെ പെർമിറ്റഡ് ആയിട്ടുള്ള സൗണ്ട് ലെവലിന് മുന്നിൽ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോയാൽ നിങ്ങൾക്ക് വിളിച്ച് പറയാം, കാര്യം അവിടെ കൈകാര്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. ചെറിയൊരു ആശ്വാസം വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് തീവ്രവാദികളല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുന്ന ഒരവസ്ഥ, അതാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും വേറെയും CPM-ൻ്റെ നേതാക്കൾ വന്നിട്ട് പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നു P. ജയരാജൻ്റെ പ്രസ്താവന തള്ളി EP. അപ്പോൾ പുള്ളി പറയുന്നത് P. ജയരാജൻ്റെ ഒരു പുസ്തകത്തിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത്, അതിനെക്കുറിച്ചുള്ള ചർച്ചയിലാണ് ഈ വിഷയം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. ഈ ഭൂതം ഇറങ്ങി വന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിൽ കേരള രാഷ്ട്രീയത്തിൽ വിവാദങ്ങൾക്ക് തിരി കൊളുത്തും എന്നാണ് വിലയിരുത്തൽ എന്നതാണ് അവിടെ കാണുന്നത്. എന്നുവെച്ചാൽ ഈ പുസ്തകവും അതിലുള്ള ഉള്ളടക്കവും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ ചർച്ചയാവും. കാരണം എന്താണ്? ഇതിന് മുന്നേയും പല ആളുകളും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അന്നിത് ചർച്ചാ വിഷയമായിട്ടുണ്ട്. അതിലൊരു മികച്ച എക്സാമ്പിളാണ് നമ്മൾ അച്യുതാനന്ദൻ. 20 വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇദ്ദേഹം നടത്തിയതും അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നീട് എന്താ സംഭവിച്ചത്? ഈ ഒരു സംഭവം കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ അതിനകത്ത് ഉൾപ്പെടുത്തി ഈ ഒരു സംഭാഷണം, ഈ ഒരു ഇൻ്റർവ്യൂ. എന്നിട്ട് അത് വലിയ ചർച്ചാ വിഷയമായി കഴിഞ്ഞപ്പോൾ സെൻസർ ബോർഡ് പറഞ്ഞത് ഇത് നീക്കം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സിനിമയിൽ അതില്ല. പിന്നെ അതെന്തോ ഓഡിയോ ആയിട്ടെന്തോ കേൾപ്പിച്ചു എന്നോ അല്ലെങ്കിൽ അങ്ങനെ പഴയ CM എന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും ഇത് ആ സിനിമയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ സിനിമ അതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ എന്താണ് അച്യുതാനന്ദൻ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് കേൾക്കണം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് വളരെ ശ്രദ്ധാപൂർവം ഇത് സംഘി ചാനലിൽ നിന്നും അല്ലാതെ നമ്മുടെ മലയാള മനോരമ അവരുടെ ചാനലിൽ നിന്ന് തന്നെ നമുക്കിത് തപ്പിയെടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്ന് കേട്ട് കളയാം. ഓക്കെ. കേരള സ്റ്റോറി എന്ന ആ സിനിമയെ ചൊല്ലി ഡിജിറ്റൽ ലോകത്ത് വലിയ കോലാഹലമാണ്. കേരള സ്റ്റോറി വിവാദങ്ങളിൽ സിനിമയെ അനുകൂലിക്കുന്നവർ ആവർത്തിച്ച് പറയുന്നത് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ നടത്തിയ ഒരു പ്രസ്താവനയാണ്. കേരളത്തെ ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാക്കാൻ ശ്രമം നടക്കുന്നതായി VS സ്ഥിരീകരിച്ചു എന്നാണ് സിനിമയുടെ സംവിധായകർ തന്നെ പറയുന്നത്. എന്താണ് VS പറഞ്ഞത്? മുസ്ലിം സമുദായത്തെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത്, അതോ ഏതെങ്കിലും തീവ്രവാദ സംഘടനയെ ലക്ഷ്യമിട്ടാണോ? ഇതിന് തെളിവ് ഭൂമി കുഴിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല, വെറും 13 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. ഇത് കേൾക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബാക്കി. ഓക്കെ. തുടങ്ങിയിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ട്രെയിനിങ്ങും പണവും ആയുധങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് ആളുകളെ ഇവർക്കെതിരാള് വൈരുദ്ധ്യമുള്ളവരും വിരോധമുള്ളവരെയും കൊല്ലിക്കും. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കൈവിട്ട് എടുക്കുക, കാര്യമായിട്ട് ഇതൊക്കെയാണ് അവരുടെ പരിപാടി. അപ്പോൾ അത് ആളുകൾ മനസ്സിലാക്കി ഇവർ നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് 15 പിന്നെ ദേശീയവാദികളും എല്ലാ രാജ്യസ്നേഹികളും പിന്നെ പ്രകടനത്തിൽ പങ്കെടുക്കുമല്ലോ, അതിൻ്റെ കൂടെ ഇവരും കൂടെ പ്രകടനത്തിൽ പങ്കെടുക്കുക. ഒരു 20 കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക, മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക, അങ്ങനെ മുസ്ലിം ജനിക്കുക. ആ തരത്തിൽ ഇങ്ങനെ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത്. ഓക്കെ. അപ്പോൾ അത് കേട്ടല്ലോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യം ഇത് വലിയ ചർച്ചാ വിഷയമായതാണ്. അന്ന് ആയതിനേക്കാൾ കൂടുതലായത് സത്യത്തിൽ
ഈ ഒരു സിനിമ വന്നപ്പോൾ അതിനകത്ത് ഇത് ഉൾപ്പെടുത്തിയപ്പോൾ അച്യുതാനന്ദൻ വരെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഇന്നിപ്പോൾ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അച്യുതാനന്ദൻ മാത്രമല്ല, അതിനുശേഷം വേറെ ആളുകൾ പറഞ്ഞു. ഇത് നമ്മളുടെ 2021 പിണറായി സർക്കാരിൻ്റെ കീഴിലുണ്ടായിരുന്ന ബെഹ്റ, അദ്ദേഹം ഈ DGP സ്ഥാനത്തുനിന്ന് ഒഴിയുന്നതിന് തൊട്ട് മുന്നേ നടത്തിയ ഒരു പ്രസ്താവനയാണ്. അതായത് കേരള ഹാസ് ബിക്കം റിക്രൂട്ടിംഗ് ഗ്രൗണ്ട് ഫോർ ടെറർ ഔട്ട്ഫിറ്റ്സ്. ഓക്കെ, അത് പറഞ്ഞു. ഇതും ഇതേപോലെ വലിയ ചർച്ചാ വിഷയമാകുന്നു. ഇദ്ദേഹം ഏതെങ്കിലും വഴിപോക്കനല്ല. അതായത് നമ്മുടെ സംസ്ഥാനത്തെ നിയമം, പോലീസ് സംവിധാനം, അതിലെ സുരക്ഷ, അത് കൈകാര്യം ചെയ്യുന്ന, അത് എല്ലാം ഓവർസീ ചെയ്യുന്ന ഒരാളും കൂടിയാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. ഏതെങ്കിലും ഒരു ട്രാഫിക്കിൻ്റെ ഡ്യൂട്ടിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ജയിലർ വാർഡൻ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഇതുപോലെ ഇപ്പോൾ നമ്മൾ വിളിച്ച പോലെയുള്ള ഏതെങ്കിലും പാട്രോൾ ഡ്യൂട്ടി, ഇങ്ങനെയൊന്നുമല്ല. ഇതിനെല്ലാം ഒരേപോലെ നോക്കാനും കാണാനും സാധിക്കുന്ന ഇവിടുത്തെ DGP ആണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് അറിയും. ഇതുപോലുള്ള വേറെ ഒരാളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഈരാറ്റുപേട്ടയിൽ ഒരു വിഷയം ഉണ്ടായ സമയത്ത് ആ ഈരാറ്റുപേട്ടയെക്കുറിച്ച് അന്നത്തെ കോട്ടയം SP കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ ഈ DGP പറഞ്ഞത് ഇതുപോലെ ഒരു ടെറർ ഔട്ട്ഫിറ്റായിട്ട് അതിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ഗ്രൗണ്ടായിട്ട് കേരളം മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹാസ് ബിക്കം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പുള്ളി വേറെ ചില കാര്യങ്ങൾ പറയുന്നതാണ്. ദ DGP who will retire on June 30 said in his interactions with television channels that the recruitment of people to the Islamic State posed concern. But it has come down recently. അത് കുറഞ്ഞു. എങ്ങനെ കുറഞ്ഞു? തനിയെ കുറഞ്ഞതല്ല. According to the inputs, Kerala is a recruiting ground because the people here are educated and the ICE requires engineers and doctors. ഇതാണ് പുള്ളി പറഞ്ഞത്. അതായത് ISISലേക്ക് ഈ കൽപ്പണിക്കാരനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ചെറിയ, അതായത് സാധാരണ പ്രൊഫഷണൽ റോൾ എന്ന് പറയാത്ത തരത്തിലുള്ള ഇതുപോലെയുള്ള കൈപ്പണികൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ അല്ല അവർക്ക് വേണ്ടത് ഡോക്ടേഴ്സിനെയും എഞ്ചിനീയേഴ്സിനെയും ഇതുപോലെ. കാരണം എന്നാലാണല്ലോ എയറോപ്ലെയിൻ പറത്തിക്കൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ ഇതിങ്ങനെ ബോംബ് ഡിസൈൻ ചെയ്യുക, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വിവരമൊക്കെ വേണമല്ലോ. അതിനാണ് ഇവരെ പിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ബട്ട് വി ഹാവ് ഡെൽറ്റ് വിത്ത് ഇറ്റ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ ആൻഡ് ഇറ്റ് ഹാസ് കം ഡൗൺ. അപ്പോൾ പുള്ളി പറഞ്ഞത് അങ്ങനെ ആയി, അത് നമ്മൾ കുറച്ചുകൊണ്ട് വന്നു. അത് എങ്ങനെയാണ്? ചില പണികൾ ചെയ്തിട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പണിയാണ് ദ പോലീസ്, എസ്പെഷ്യലി ദ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ATS identify vulnerable people and gave them counseling with the help of their parents, he said. ATSൻ്റെ നേതൃത്വത്തിൽ ഇത്തരം പണികൾ ചെയ്യുന്നു. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. അതായത് നമ്മളുടെ നാട്ടിലെ ഇതേ സംവിധാനത്തിലേക്ക് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ കോയ കോളിംഗ് നമ്പർ വന്ന പോലെ മുന്നേയും ആളുകൾ നമ്മളെ അപ്രോച്ച് ചെയ്തിട്ടുള്ള ഫാമിലീസ്, അവരുടെ കുടുംബത്തിലുള്ള ആൺകുട്ടി പെൺകുട്ടി അല്ലെങ്കിൽ അനിയൻ ചേട്ടൻ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഈ വലയിൽപ്പെട്ടിട്ട് അവരെ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അവർ നമ്മളെ വിളിക്കുന്നു. അപ്പോൾ നമ്മൾ അവരുടെ ഒരു റീച്ചിങ് പോയിൻ്റായിട്ട് മാറുകയാണ്, ഫസ്റ്റ് റെസ്പോണ്ടറായിട്ട് മാറുകയാണ്. അപ്പോൾ അത് നമ്മൾ ഏറ്റെടുക്കുന്നു, സംസാരിക്കുന്നു, എന്നിട്ട് ഇതേപോലെയുള്ള ആളുകളുടെ കൈകളിലേക്ക് നമ്മൾ വിടുന്നു. അവർ പിന്നെ കൗൺസിലിംഗ് കൊടുക്കുക, എന്തൊക്കെയോ ചെയ്തിട്ടാണെങ്കിലും ആളുകൾ രക്ഷപ്പെടുന്ന അവസ്ഥ. ഇതാണ് നമ്മളും ഇതിനകത്ത് ഭാഗമായിട്ടുള്ളത്. എത്ര കുട്ടികൾ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ മുതൽ വളരെ പെട്ടെന്ന് നമുക്ക് റിലീസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആളുകൾ വരെ ഉണ്ട്. ഇത് നമ്മളുടെ ഒരു പേഴ്സണൽ അനുഭവമാണ് ഈ പറയുന്നത്. ഇതിപ്പോഴും അതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആ തലത്തിലുള്ള ചില കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ ഏർപ്പെടുന്ന ഒരു സംഗതി തന്നെയാണ്. അതങ്ങനെ പരസ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഞാനത് പറയുകയാണ്, ഇത് സംഭവിക്കുന്നു. അവരെ ഡീറാഡിക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏജൻസീസ് അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫോഴ്സ് ഇവിടെ കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവരിൽ കൂടെ തന്നെയാണ് ഇതിവിടെ നടക്കുന്നത്. അതിൽ ഒരു ചെറിയ ഭാഗമായിട്ടാണെങ്കിലും നമുക്കും അതിനകത്ത് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊരു റിയാലിറ്റിയാണ്. ടെറർ ഔട്ട്ഫിറ്റ്സ്, ഇതുപോലെ കൺവേർഷൻ ജിഹാദ്, ഇതെല്ലാം ഇവിടെ നടക്കുന്നു. ഇനി ആഫ്റ്റർ ദ എക്സോഡസ് ഓഫ് 21 families to IS control areas, we did lot of things. How many went after that? ഞങ്ങൾ പലതും ചെയ്തു. പണ്ട് 21 ഫാമിലിയാണ് കേട്ടോ പോയതിന് ശേഷം IS റിക്രൂട്ട്മെൻറ്റിലേക്ക് നടത്തി. അങ്ങനെ പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ പല കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അധികം ആരും പോയിട്ടില്ല. അപ്പോൾ ചോദിക്കുകയാണ്, how many went after that? We have formed one of the best ATS in the country and it is doing a great job behind the scene പലതും ചെയ്യുന്നു. അതിലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. That's why there is not much concern but we cannot be complacent. അതായത് ഇതിനകത്ത് ഒരു ഉദാസീനത പറ്റില്ല. ഇതിനകത്ത് നമ്മൾ ജാഗരൂകരായിട്ട് തന്നെ ഇരിക്കണം. കാരണം ഇത് തീരുന്ന
ഒരു പ്രശ്നമല്ല, എന്നാൽ കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതവിടെ ഉണ്ട്, അതിനുവേണ്ടി പണികളെടുക്കുന്നു. നമ്മൾ പണിയിൽ ഒന്ന് ഉറങ്ങാ പോയാൽ അല്ലെങ്കിൽ ഒന്ന് മയങ്ങിപ്പോയാൽ കയ്യിൽ നിന്ന് പോകും എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. സെഡ് ബെഹ്റ ആഡിങ് ദാറ്റ് ദ പോലീസ് ഹാവ് മൗണ്ടഡ് സർവൈലൻസ് ഓൺ ദ സസ്പെക്റ്റഡ് സ്ലീപ്പർ സെൽസ് ഓഫ് ടെററിസ്റ്റ് ഗ്രൂപ്പ്സ്. നമ്മളിപ്പോൾ ഈ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ പോലീസുകാരുണ്ടാവും, നമ്മളെ ടെലഗ്രാം ഗ്രൂപ്പിൽ പോലീസുകാരുണ്ടാവും, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോലീസുകാരുണ്ടാവും. ഇപ്പോൾ നമ്മൾ വിളിച്ച പോലീസുകാരൻ പറഞ്ഞ് നമ്മുടെ പരിപാടി കാണുന്നു. അപ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവർ നമ്മളിൽ ഒരാളായിട്ട് ഷാഡോ അവിടെ ഉണ്ട്, ഗരുഡൻ എന്നൊക്കെ പറയുന്നത് ആ രീതിയിലാണ്. അപ്പോൾ അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നു. അതുകൊണ്ടാണ് സമാധാനമായിട്ട് നമുക്ക് ഈ പണിയെടുക്കാൻ പറ്റുന്നതും നമ്മളിവിടെ കടന്നുറങ്ങുക. അല്ലാതെ കാക്കാമാരുടെ കിതാബിലുള്ള ഏതെങ്കിലും വരികളുടെ മേന്മ കൊണ്ടല്ല നമ്മൾ ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നത്. ഇന്ത്യയിലായതുകൊണ്ട് മാത്രമാണ്, ഇന്ത്യൻ നിയമത്തിൻ്റെ കീഴിലായതുകൊണ്ട് മാത്രമാണ്. അല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഭിത്തിയിലിരിക്കും. ഇതാണ് ഉണ്ടാവുക. അതാണല്ലോ നിങ്ങൾ ചോദിച്ചു വെക്കുന്നത്, ധൈര്യമുണ്ടെങ്കിൽ കുവൈറ്റിലേക്ക് വാടാ, ധൈര്യമുണ്ടെങ്കിൽ സൗദിയിലേക്ക് വാടാ എന്ന് നിങ്ങൾ പറയുന്നൊരു അർത്ഥം എന്താണ്? അവിടെ വന്നാൽ കാണിച്ചു തരാം, വെട്ടി തുണ്ടമാക്കിയിടും എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഇന്ത്യയിൽ അത് നടക്കുന്നില്ല, ചെയ്താൽ നിങ്ങളുടെ പരിപ്പളകും, ഇളക്കാനിവിടെ സംവിധാനമുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട് എന്നത് തന്നെയാണ്. അപ്പോൾ ആ ബോധ്യം അത് നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇത് ചെയ്യുന്നതും. ഈ ഒരു വിഷ്യസ് സർക്കിൾ, അതിൽ നിന്നും കൂടുതൽ ആളുകൾ രക്ഷപ്പെടാനുള്ളൊരു അവസരം ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പണിയെടുക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്ന സമയങ്ങളിൽ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയം അത് കൈയാളുന്ന ആളുകൾ അവർ ചെയ്യുന്നത് എന്താണ്? ഇതൊരു കുട്ടിച്ചോറാക്കിയിട്ട് മാറ്റുന്നു, ഇത് കുട്ടിക്കളിയാക്കി മാറ്റുന്നു. ഇതാണ് ഇവിടെ കാണുന്നത്. ഒന്ന് പറയുക, അതിനെക്കുറിച്ചൊരു വിമർശനം വരുമ്പോൾ അവിടെ ആകെ പ്രശ്നമായിട്ട് അത് പിൻവലിക്കുക, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുക. ഒരു ഫാക്ട് ബേസ്ഡ് ആയിട്ടൊരു കാര്യം പറയേണ്ട ചുമതലയുള്ള ഒരാളൊരു കാര്യം പറയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? വൈ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ഇസ് ഡിനൈങ് ദ എക്സിസ്റ്റൻസ് ഓഫ് IS സ്ലീപ്പർ സെൽസ് ഇൻ കേരള. ബെഹ്റ ഇത് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ വന്നിട്ട് പറയുന്നത്, നമുക്ക് അങ്ങനെ ഒരു വിവരമൊന്നും കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു സാധനം ഇവിടെ ഇല്ല. ഹിസ് ഫോമർ ചീഫ് സേസ് ദ സ്റ്റേറ്റ് ഹാസ് സ്ലീപ്പർ സെൽസ്. വിജയൻ ഫിയേഴ്സ് ദാറ്റ് മേക്കിംഗ് എ പബ്ലിക് അഡ്മിഷൻ ഓഫ് ദിസ് വിൽ ഏലിയനേറ്റ് ഹിസ് മുസ്ലിം വോട്ട് ബാങ്ക്. അവിടെയും കൊണ്ടുവരുന്നതാണ്. തീവ്രവാദികളെക്കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങളെ പിടിച്ച് അവിടെ കൊണ്ടുവരും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. തീവ്രവാദികളെക്കുറിച്ച് പറയണ്ടേ? മുസ്ലിങ്ങൾക്ക് വേദനിക്കുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തീവ്രവാദികളെക്കുറിച്ച് മിണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതിനെക്കുറിച്ചൊരു വാചകം പോലും പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് വരുന്നിടത്ത്, ഇങ്ങനെ പറഞ്ഞു നടന്നിരുന്നിടത്ത് നിന്നും ഇപ്പോൾ ജയരാജൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അത് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ EP ജയരാജൻ പറഞ്ഞ പോലെ ഇത് വലിയ കോളുകളൊക്കെ ഉണ്ടാക്കും, പിണറായി വിജയന് വായ തുറക്കേണ്ടി വരും എന്നത് തന്നെയാണ്. അത് പറയാതെ നിവൃത്തിയില്ല എന്നത് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇനി ഇത് ഞാൻ പറഞ്ഞു, ഒരു അച്യുതാനന്ദനോ അല്ലെങ്കിൽ ബെഹ്റയോ ഒന്നുമല്ല, ഇതേപോലെ വേറെയും പല ആളുകൾ പറഞ്ഞിട്ടുണ്ട്. സെൻകുമാർ പറഞ്ഞു എന്ന് പറയുന്നു, അങ്ങനെ പല ആളുകൾ, പിന്നെ നമ്മളെപ്പോലെയുള്ള ആളുകളും പറയുന്നുണ്ടല്ലോ. അപ്പോൾ പക്ഷേ എന്താ ഇവിടെ വിഷയം? ഇത് പറയുന്ന ആളുകൾ മുഴുവൻ സംഘപരിവാർ ചട്ടുകങ്ങളാണ് എന്ന് വരുത്തി തീർത്ത് അവരെ അങ്ങ് മാറ്റും. അങ്ങനെ മാറ്റുന്ന സമയത്ത് ചില ആളുകൾ എന്താവും, ചില ആളുകൾ കൈവിട്ട് പോകും. അവർ പിന്നെ തനിയെ അങ്ങ് ആ ഒരു സംഘപരിവാർ പാളയത്തിൽ പോയി നിന്ന് അവരുടെ ഒരു ലൗഡ് സ്പീക്കറായിട്ട് മാറുന്ന അവസ്ഥ കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ക്രെഡിബിലിറ്റിയും പോകുന്നു. അപ്പോൾ അവിടെ എന്തായി? അപ്പോൾ ഈ പറയുന്ന വിഷയത്തിൻ്റെ ഗൗരവം നഷ്ടപ്പെടുന്നു, അതിൻ്റെ ഗ്രാവിറ്റി നഷ്ടപ്പെടുന്ന അവസ്ഥയും കൂടി ഉണ്ടാകുന്നു. അവിടെയാണ് നമ്മൾ ചില വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു ഗൗരവം നമുക്ക് വേണം, അതിനകത്തൊരു ശ്രദ്ധ നമുക്ക് വേണമെന്ന് നമ്മൾ പറയുന്നത്. അവിടെ ഈ ചില ആളുകൾ ഫെയിലായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇതെല്ലാം ബാക്ക് ഫയർ ചെയ്യാനുള്ളൊരു കാരണം. ഒരു കാര്യം അതാണ്. ഇനി അവസാനം ഇപ്പോൾ നമ്മൾ VD സതീശൻ കോൺഗ്രസിൻ്റെ ഇതിൽ ചിത്രത്തിലേക്ക് ഇതുവരെ വരാത്ത ഒരു കൂട്ടം ആളുകൾ കോൺഗ്രസ് ഇപ്പോൾ ചോദിക്കുന്നത് കേരളം ISIS റിക്രൂട്ട് കേന്ദ്രം എന്ന ജയരാജൻ്റെ അഭിപ്രായത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടെന്ത്? ഇതാണ് ചോദിക്കുന്നത്. സതീശൻ ചോദിച്ചു വെക്കാണ്. ഈ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഏതൊരു സാധാരണക്കാരനും ചോദിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ എൻ്റെ ചോദ്യം ഈ പറഞ്ഞതിനോട് എന്താണ് നമ്മളുടെ സതീശൻ്റെ അഭിപ്രായം? അതും കൂടി പറയണമല്ലോ. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഉമ്മൻചാണ്ടിയോട് ചോദിക്കാമായിരുന്നു. കാരണം ഉമ്മൻചാണ്ടി ഇവിടെ ഭരിച്ചിരുന്ന ആളാണ്. ഉമ്മൻചാണ്ടിയാണ് പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിലേക്ക് റിപ്പോർട്ട് കൊടുത്ത ആൾ. അപ്പോൾ ആ ഒരു പാർട്ടിയുടെ ആൾ എന്നുള്ള രീതിയിൽ, ആ ഒരു പണിയെടുത്ത ആൾ എന്നുള്ള രീതിയിൽ, ഇതുപോലെ നമ്മളുടെ പല വിഷയങ്ങളും നേരിട്ട് കണ്ട് നമ്മളുടെ ജോസഫ് മാഷ് കൈവിട്ട കേസ് പോലും നേരിട്ട് കാണാൻ ഇട വന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങളോട് നമ്മൾ ചോദിക്കാനുള്ളതാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജയരാജൻ പറഞ്ഞതിനോട് സതീശൻ്റെ അഭിപ്രായം എന്ത്? ഇതും പറയണമല്ലോ. അത് പറയുന്നതിന് പകരം ഉടനെ അത് പിണറായി വിജയൻ്റെ തലക്കിലേക്ക് ഇട്ട് മുങ്ങുന്ന പരിപാടിയാണ് ഇവിടെ കോൺഗ്രസ് ചെയ്യുന്നത്. കോൺഗ്രസ് ഗതി പിടിക്കാത്തതിൻ്റെ ഒരു കാരണം ഇത് തന്നെയാണ്. കോൺഗ്രസ്സിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു, ജനങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. ഇതെല്ലാം കറങ്ങിത്തിരിഞ്ഞ് ഇതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് വരാൻ പോകുന്നവരാണ് അത് ഇവിടുത്തെ BJP ആണ്. കാരണം എന്താണ്? ഈ വിഷയം
ഈ ജയരാജൻ പറഞ്ഞ വിഷയം തന്നെയല്ലേ ഇപ്പോൾ BJP-ക്കാർ ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ജയരാജൻ പറഞ്ഞപ്പോൾ സാദിഖ് അലി എന്താ പറഞ്ഞത്? സംഘപരിവാറിൻ്റെ ലൗഡ് സ്പീക്കറായി എന്ന് പറയുമ്പോൾ EP ജയരാജനും നമ്മുടെ ജയരാജനും ഇപ്പോൾ സംഘിയായില്ലേ. അപ്പോൾ ഇത് പറയുന്ന ആളുകളൊക്കെ സംഘി എന്ന് പറയുമ്പോൾ ഒരു പൊള്ളയായ ഒരു ആകാശത്തേക്ക് വെക്കുന്ന ഒരു വെടി പോലെയാണ് എന്ന ഒരു തിരിച്ചറിവ് ഇവിടെ ഉണ്ടാകുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? അവിടെ സാദിഖ് അലി പറഞ്ഞ പോലെ വോട്ട് തിരിച്ചു പിടിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പോയ വോട്ട് പെർമനൻ്റ്ലി അങ്ങ് പോകും. അതാണ് ഉണ്ടാവാൻ പോകുന്നത് BJP-യുടെ കൂടാരത്തിലേക്കും ആയിരിക്കും എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ ഇതിനകത്ത് കൃത്യമായ ഇടപെടൽ നടത്തി മുന്നോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ BJP-യിലേക്ക് പോകണോ വേണ്ടയോ എന്നൊക്കെ ശങ്കിച്ച് നിൽക്കുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട്. ആ ആളുകൾ ഒന്നും തന്നെ ആലോചിക്കാതെ നേരെ BJP-യിലേക്ക് പോകും. അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. കാരണം അവർക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന സമയത്ത്, അതും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പോലും ഇവിടുത്തെ മെയിൻ സ്ട്രീം കമ്മ്യൂണിസ്റ്റുകാർ, ഇവിടുത്തെ ഭരിക്കുന്ന ആ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് സാധിക്കുന്നില്ല എന്ന് വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് അവർക്ക് അതിനകത്തൊരു കോൺഫിഡൻസ് വരിക? അവരെങ്ങനെ ട്രസ്റ്റ് ചെയ്യും? പ്രത്യേകിച്ച് ഈ ഒരു വിഷയം കേരളത്തിൽ മാത്രമല്ലല്ലോ, ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയം കൂടി ആകുമ്പോൾ എങ്ങനെ ഇതിനകത്ത് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും? അവിടെ വിശ്വാസം കൂടുതൽ നഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ജയരാജൻ്റെ ഈ പ്രസ്താവന അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ അടി ഉണ്ടാക്കും. ഇനി കോൺഗ്രസും ഇതിനകത്ത് കൃത്യമായ നിലപാട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ തീരെ വിശ്വസിക്കാൻ കഴിയില്ല. അവിടെയും സംഭവിക്കുന്ന എന്താണ്? അങ്ങോട്ട് പോകുന്നതിനേക്കാളും നല്ലത് ഇനി BJP-യിലേക്ക് പോകുന്നതാണ് എന്ന ഒരു ചിന്ത തന്നെയാണ് അവിടെ വരിക. പ്രത്യേകിച്ച് മൂന്നാമത്തെ തവണയൊക്കെ ഇതേപോലെ ഓഫീസിലിരിക്കുന്ന ഒരു ഭരണകക്ഷി സ്വാഭാവികമായിട്ടും അവർക്ക് അപ്പർ ഹാൻഡ് അവിടെ സ്വാഭാവികമായിട്ട് വന്നു ചേരും. അതാണ് അവിടെ നടക്കുന്നത്. ഇത് മുന്നേയും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. 2017 മൻമോഹൻ സിംഗ് ഇറങ്ങിപ്പോയി, അവിടെ BJP വരുന്ന സമയത്ത് മുഴുവൻ അവിടെ ഒരു വാർത്ത നമ്മൾ കാണുന്നത്, ദ ഇന്ത്യൻ ഗവൺമെൻറ് സെഡ് ഇറ്റ് ഹാസ് അറസ്റ്റഡ് 75 സസ്പെക്റ്റഡ് ISIS ടെററിസ്റ്റ് സോ ഫാർ ഹു ബിലോങ് ടു കേരള 21 പേര്, തെലങ്കാന 16 പേര്, കർണാടക 9 പേര്, മഹാരാഷ്ട്ര 8 പേര്, അങ്ങനെ എല്ലാം എണ്ണിട്ട് പറയുകയാണ്. ഇനി അടുത്തത്, ദിസ് ഈസ് എ ചേഞ്ച് ഫ്രം എ ഫ്യൂ ഇയേഴ്സ് അഗോ, മൻമോഹൻ സിംഗ് ഭരിച്ചുകൊണ്ടിരുന്ന കാലം, വെൻ ദ ദെൻ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ക്ലെയിം ദാറ്റ് നോട്ട് എ സിംഗിൾ ISIS ഓപ്പറേറ്റീവ് ഹാഡ് ബീൻ ഫൗണ്ട് ഇൻ ഇന്ത്യ. ഒരൊറ്റ ISIS ഓപ്പറേറ്റീവ് പോലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊടുത്തു നിന്ന് ഒറ്റ ഓപ്പറേഷനിൽ അറസ്റ്റ് ചെയ്യുന്നത് 75 പേരെയാണ്. അതിൽ പല ആളുകൾ അവിടെ തന്നെ വെച്ച് കൊല്ലപ്പെടുന്നു. നമ്മളുടെ അഫ്ഗാനിസ്ഥാനിലും അവിടെയുള്ള സ്ഥലങ്ങളിൽ അതിൽ നിന്ന് കൊല്ലപ്പെട്ട ആളുകളുടെ ഭാര്യമാർ ISIS മാട്രിമോണി, നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, അവർക്ക് നാട്ടിലേക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ടുള്ള നിലവിളിയെക്കുറിച്ച് നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് നേരത്തെ പറഞ്ഞ ആ ഒരു കണക്ക് NIA പുറത്തുവിട്ടതാണ്. NIA കേസസ് എഗെയിൻസ്റ്റ് ISIS സസ്പെക്റ്റഡ് ടെററിസ്റ്റ്, അതിലേറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ്, 21 പേര്. അതുകൊണ്ടാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ വരുമ്പോൾ ആ സിനിമയ്ക്ക് ആ ഒരു തീമിലൊരു സിനിമ എടുത്താൽ അതിന് ഏറ്റവും അനുയോജ്യമായ പേര് അത് കേരളം തന്നെയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് അത് നമ്മളിവിടെ പറയും. ഇനി ഇത് പറയുമ്പോൾ റിപ്പോർട്ട് ചെയ്തതും ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ വരുന്നത്. ഇതൊന്നും അല്ലാതെ നമ്മളുടെ ക്ലോസ് സർക്കിളിലുള്ള ആളുകൾ ഇത്തരം അനുഭവങ്ങൾ, ISIS റിക്രൂട്ട്മെൻറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നതിൻ്റെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തത് വേറെയുണ്ട്. ഇതൊന്നും എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതും കൂടിയൊക്കെ ഇതുപോലെ ഓരോ ആളുകൾക്കും പറയാനുള്ള, ഓരോ കുടുംബവും കുഴിച്ചു മൂടിയിട്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ISIS റിക്രൂട്ട്മെൻറ്റ് കഥകൾ കൂടി പുറത്ത് വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇത് പുറത്ത് വന്നത് മാത്രമാണ് കൊല്ലപ്പെടുമ്പോഴോ അല്ലെങ്കിൽ എംബസി മുഖേനയുള്ള അറിയിപ്പുകൾ വരുമ്പോഴോ അങ്ങനെയൊക്കെയാണ് ഇത് അറിയുന്നുള്ളൂ. ഇനി ഇതിലേറ്റവും പ്രസിദ്ധനായ വ്യക്തിയാണ് നമ്മളിവിടെ കാണുന്നത്, കേരള IS മാസ്റ്റർ മൈൻഡ് അബ്ദുൾ റാഷിദ് എന്ന് പറഞ്ഞ ഒരാൾ, ആൻഡ് വൈഫ് ആയിഷ. ഇവർ രണ്ടുപേരും അവിടെ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി. റാഷിദ് കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഭാര്യ ആയിഷ അവിടെ സറണ്ടർ ആവുന്നു. ഇവർ മുസ്ലിങ്ങളായിട്ട് ജീവിച്ചിരുന്ന വ്യക്തിയാണ് ഈ അബ്ദുൾ റാഷിദ് എന്ന് പറയുന്നത്. ഇവരുടെ കൂടെ ഒരു കുട്ടിയുണ്ട്, അതാണ് ആലോചിക്കേണ്ടത്. ഈ ആയിഷയെക്കുറിച്ചൊക്കെ നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നമുക്കൊരു ചെറിയ വീഡിയോ ഇത് കഴിയുമ്പോൾ കാണാം. ഇത് ഒരു കഥ മാത്രമല്ല. അതിനുശേഷം about 100 people from Kerala joined IS over the years. ഇത് 2017 തന്നെ 75 പേരുടെ കഥ വന്നതിന് പിന്നാലെ വീണ്ടും വരികയാണ്. പോലീസുകാർ കേരളത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, കേരളത്തിൽ നിന്ന് മാത്രമുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര മാത്രം കേസുകൾ കേരളത്തിൽ നിന്ന് മാത്രം ഈ ISലേക്ക് പോയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്പർ പോയിട്ടുള്ളത് കേരളത്തിൽ നിന്നാണ്. ഇതുകൊണ്ടാണ് കേരള സ്റ്റോറി എന്ന് പേരിടുന്നത്. ഇനി ആ റിപ്പോർട്ടിൻ്റെ ഒരു സംഗതിയുണ്ട്.
അതിലേറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ചില ഓഡിയോ ക്ലിപ്പുകൾ ലീക്കായി. ടെലഗ്രാം ഗ്രൂപ്പ്, നമ്മുടെ ഒരു സുഹൃത്ത് ഇത്തരത്തിലുള്ളൊരു ടെലഗ്രാം ഗ്രൂപ്പിൽ എങ്ങനെയോ യാദൃശികമായിട്ട് കയറാൻ ഇട വന്നു. അതുവഴി കുറേ സാധനങ്ങൾ നമ്മൾക്കും കേൾക്കാൻ പറ്റി. അതുപോലെ കുറേ ടെക്സ്റ്റ് മെസ്സേജസ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അറിയാം എങ്ങനെയാണ് ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് അടുത്ത് തന്നെ ബാൻ ചെയ്യപ്പെടാൻ പോകുന്ന മറ്റൊരു ആപ്പ് ഈ ടെലഗ്രാം തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ ഗ്രൂപ്പൊക്കെ എന്ത് ചെയ്യുന്നത് ഒരു പിടിയില്ല മല്ലയ്യ, അതാണ് അവസ്ഥ. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നു. ഇത് സംബന്ധിച്ചിട്ട് നമ്മളുടെ ഇന്ത്യ ടുഡേ ഒരു ഇൻവെസ്റ്റിഗേഷൻ, അവരുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് കുറേ കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നു. അപ്പോൾ അതിൽ ദേ അറസ്റ്റഡ് വേർ ഐഡൻറ്റിഫൈ ആസ് മിഥിലാജ്, അബ്ദുൾ റസാഖ്, റാഷിദ്, ഓൾ ഓഫ് ഹൂം ബിലോങ് ടു കണ്ണൂർ ഡിസ്ട്രിക്ട്. കണ്ണൂർ, കാസർഗോഡൊക്കെ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ജയരാജൻ പറഞ്ഞതും അത് തന്നെയാണ് കേട്ടോ. അതാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി അതിനൊക്കെ ശേഷം ഇതിൽ അബ്ദുൾ റാഷിദ് പറഞ്ഞ കാര്യങ്ങൾ, അതിനെക്കുറിച്ചും കൂടി നമുക്കൊരു ധാരണ വേണമല്ലോ. അതും കൂടി നമുക്കൊന്ന് കേട്ടുകളാം. ഇതും മനോരമയിലാണ്, അതുകൊണ്ട് നമുക്ക് എടുക്കാം. ഇത് ഭാഗ്യത്തിന് സംഗീത് ചാനലല്ല. 2016 IS ചേരാനെ കാസർഗോഡ് പടവിൽ നിന്ന് പോയൊരു ചെറുപ്പക്കാരൻ നാട്ടിലുണ്ടായിരുന്ന തന്റെ സഹോദരിയോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ സമൂഹ മാധ്യമ ഇടങ്ങൾ മുടങ്ങാതെ ഫോളോ ചെയ്യണമെന്നാണ്. അതിലൂടെ ആ പെൺകുട്ടിയെയും അവളുടെ കൂട്ടുകാരെയും വരെ ആ സംഘടന ലക്ഷ്യമിട്ടു. ഇതെല്ലാം കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മലയാളത്തെ അല്ലെങ്കിൽ മലയാളികളെ ഇത്ര അധികം ടാർഗറ്റ് ചെയ്ത വേറൊരു സംഘടനയും ഉണ്ടായിട്ടില്ലെന്ന്. ഏത് മുക്കിലും മൂലയിലും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുള്ള ഈ നാട്ടിൽ ശരാശരി വരുമാനക്കാരുടെ മാത്രമല്ല അതിന് താഴേക്ക് ജീവിത നിലവാരമുള്ള കുടുംബങ്ങളിൽ പോലും സ്മാർട്ട് ഫോൺ ഒന്നെങ്കിലും കാണാതിരിക്കാൻ സാധ്യതയില്ലാത്ത സാമൂഹ്യ സാഹചര്യത്തിൽ ചെറുപ്പക്കാരിലേക്ക് ഈ ആശയങ്ങൾ എത്തിക്കാൻ ഇതൊക്കെയാണ് വഴികളെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞായിരുന്നു നീക്കങ്ങളെല്ലാം. ഫൈറ്റ് ചെയ്യാൻ എന്തൊക്കെ ടെക്നിക്ക് ഉണ്ട്, നിങ്ങൾ ട്രൈ ചെയ്യും. നിങ്ങൾ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ, സ്കൂളിൽ കോളേജൊക്കെ പഠിക്കുന്ന ആൾക്കാരല്ലേ, നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് കുഫാറികൾ ഇല്ലാതാക്കാൻ നോക്ക്. അവരെ ഭക്ഷണത്തിൽ പോയിസൺ ഇട്, അല്ലെങ്കിൽ എന്താണ് ട്രക്ക് യൂസ് ചെയ്യുക, വണ്ടി യൂസ് ചെയ്യുക. എന്നിട്ട് എന്താണ് അവരെ ഗ്യാതറിംഗ്സിൽ അവരെ എന്തൊക്കെ മേളകളുണ്ട് അവിടെ. തൃശ്ശൂർ പൂരമുണ്ട്, അതേപോലെ മഹാകുംഭമേള ഉണ്ട്. എന്തൊക്കെ വേണ്ടാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് അവിടെ. ഹിജറ ചെയ്ത് അഥവാ നാട് വിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്തവർക്ക് നാട്ടിൽ നിന്ന് പ്രവർത്തിക്കാൻ ചില സിമ്പിളായ വഴികൾ അഫ്ഗാനിലിരുന്ന റാഷിദ് അബ്ദുള്ള ഉപദേശിച്ച ഒരു ഭാഗമാണ് ഈ കേട്ടല്ലോ. ഇതാണ് ആ ഓഡിയോ ക്ലിപ്പ് മുഴുവൻ. ഇത് നമുക്ക് ഇന്ത്യ ടുഡേയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വിശദമായിട്ട് കേൾക്കാം. ഇത് മുഴുവൻ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മളിതിവിടെ മുഴുവൻ ഇടാത്തത്. ഇതാണ് അവിടെ പറഞ്ഞത്. കുഫാരിങ്ങൾ ഇല്ലാണ്ടാക്ക്, കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ല് എന്ന് പറയുന്നതിൻ്റെ വേറൊരു സാധനമാണ് കുഫാരിങ്ങളെ ഇല്ലാണ്ടാക്ക്. 9:5 ഖുറാനിലെ ആയത്താണ്. അപ്പോൾ ഇത് ഇസ്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ പൊട്ടും അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആവും എന്ന് പറഞ്ഞതിൻ്റെ കൃത്യമായ ഉദാഹരണങ്ങൾ ഇതാണ്. നിങ്ങൾക്ക് ഒരേ ഫ്രെയിമിൽ കാണാം. ഇവിടെ വിട്ടു, അവിടെ പൊട്ടി. ഇതാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെയാണ് ആ കാര്യം. ഞാനും പഠിച്ചത് ഇസ്ലാം, മൂപ്പരും പഠിച്ചത് ഇസ്ലാം. മൂപ്പര് പറഞ്ഞു കാഫിറിനെ വെച്ചാൽ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം, അത് സത്യമാണ്, അതിനുവേണ്ടി നമ്മൾ ഇറങ്ങണം, അതിനുള്ള വഴികൾ വരെ പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ പറയുന്നു അത് മാനവിക വിരുദ്ധമാണ്, അത് ശരിയല്ല. ഇസ്ലാം ഒരു ഭീകര മതമാണ്, അതൊരു ഫാഷിസമാണ്, അത് ഭീകരതയാണ്, ഓടി രക്ഷപ്പെട്ടോ എന്ന് നമ്മൾ പറയുന്ന രണ്ടാളുകൾ. ഇതാണ് ഒരേ ഫ്രെയിമിൽ നമ്മൾ കാണുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെക്കാട്ടോ. ഇസ്ലാം മതം പഠിച്ചാൽ പൊട്ടിയവൻ വിട്ടവൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പോസ്റ്റർ ഇടാം. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഇതാണ് ഇതിൻ്റെ വാസ്തവം. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ ഇത് പറഞ്ഞാൽ ഉടനെ സംഖ്യയാവും. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇത് വെച്ചുകൊണ്ട് നമുക്കിത് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ പറയും, പറയുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കും. ഇതാണ് നമ്മളുടെ ഒരു പോളിസി. അതാര് പറഞ്ഞാലും, ഇനിയിപ്പോൾ സംഖ്യ പറഞ്ഞാൽ നമ്മൾ അവർക്ക് പറയണമെന്ന് തന്നെയാണ് നമ്മൾ പറയുക. ഇനി ഇത് കേരളത്തിൽ മാത്രമോ ഇന്ത്യയിൽ മാത്രമോ അല്ല ഒതുങ്ങി നിൽക്കുന്നത്. ശ്രീലങ്കയിൽ ആ ഒരു ഈസ്റ്റർ ഡേ ബോംബിംഗ് ഉണ്ടായപ്പോൾ ആ ബോംബിങ്ങിൻ്റെ ഇടയിലൂടെയും അന്വേഷണം ചെന്നെത്തുന്നത് മലയാളി കണക്ഷൻസിലേക്കാണ്. 60 മലയാളീസായിരുന്നു അന്ന് സ്കാനറിൽ വന്നത്. എന്ന് വെച്ചാൽ കൺഫേംഡ് ഒന്നുമല്ല, പക്ഷേ പല കാരണങ്ങൾ, അതിനകത്തുള്ള സംഘടനകളിൽ പലതും മലയാളം സംസാരിക്കുന്ന ആളുകളും മലയാളത്തിലുള്ള ഓഡിയോ പ്രചരിപ്പിക്കുന്നതും അതുപോലെ പല പല രീതിയിൽ മലയാളി കണക്ഷൻസ് അതിനകത്ത് കാണാൻ വന്നപ്പോൾ അതിനകത്തുള്ള മലയാളികൾ സ്വാഭാവികമായിട്ടും അവിടെ സ്കാനറിൽ വന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഈ ഈസ്റ്റർ ഡേ ബോംബിംഗ് നടത്തിയ ആ വ്യക്തിയുടെ ഭാര്യ, അവരും ആ ടീമിലുണ്ടായിരുന്നു ആലോചിക്കണം. അവരും മതം മാറിയ വ്യക്തികളായിരുന്നു, ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തികളായിരുന്നു മതം പഠിച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെ നമ്മൾ പറയുന്നത് 2017 ആ കാലഘട്ടം 19 വരെയുള്ള കാര്യങ്ങളാണ്. ഇത് 2024 വാർത്ത. ഇത് ഒരു മീഡിയ പോലും മര്യാദയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സംഘി ചാനലിൽ പോകണം. ഇതാണ് നമ്മളെ ഗതികേട്. ഇത് മലയാളി സനാവുൽ ഇസ്ലാം ഫ്രം കേരള അറസ്റ്റഡ് ഇൻ അഫ്ഗാനിസ്ഥാൻ ഫോർ ടൈസ് വിത്ത് ടെറർ ഗ്രൂപ്പ് ISKP, ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ പ്രോവിൻസ്, ഡിറ്റൈൻഡ് ഇൻ കാണ്ഡഹാർ ജയിൽ. എവിടെയാണിത്? കാണ്ഡഹാർ, ഗാന്ധാരം, നമ്മുടെ അഫ്ഗാനിസ്ഥാൻ. അവിടെയും അറസ്റ്റിലായത് മലയാളി തന്നെയാണ്. ഇയാളുടെ പാസ്പോർട്ട് അടക്കമാണ് നിങ്ങൾക്ക് അവിടെ അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. നമ്മൾ ബാങ്ക് വിളി നിർത്തിയതിൻ്റെ പകരം വീട്ടിയാണെന്നാണ് പഠിച്ചത് സാറില്ല. അപ്പോൾ ഇത് സംഭവിക്കുന്ന കാര്യമാണ്. ഇനിയും നമുക്ക് കേൾക്കാൻ കഴിയും.
ഇവിടെ മറ്റൊരു വാർത്ത, ഇത് നമ്മൾ വീഡിയോ ചെയ്തതാണ്. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കിടപ്പുണ്ട്. ഷമീമ ബീഗം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആയിരുന്ന സമയത്ത് സിറിയയിലേക്ക് പോയതാണ്. ഇപ്പോൾ ഏതാണ്ട് 10-20 വയസ്സായിട്ടുണ്ട്, കുട്ടികളൊക്കെ ആയി. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇതുപോലെ മതത്തിലേക്ക് ആകർഷ്ടയായി മുസ്ലിമായിട്ടുള്ള പെൺകുട്ടി ജിഹാദിന് വേണ്ടി പുറപ്പെടുന്നു. അങ്ങനെ സിറിയയിലേക്ക് പോകുന്നു UK നിന്നും. അപ്പോൾ അവരുടെ പാരൻസ് UK സിറ്റിസൻസാണ്. ഈ ആളും മീൻസ് അവിടെ വന്ന് UK സിറ്റിസൻസ് ആയതാണ്. ബംഗ്ലാദേശിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന ആളുകളാണ്. അങ്ങനെ അവിടുന്ന് ഈ പെൺകുട്ടിയും കൺവേർഷനിൽ പെടുന്നു, അതുപോലെ സെക്ഷൽ പ്രിഡേഷനിൽ ഒക്കെ പെട്ടതിന് ശേഷം ഇതുപോലെ ISലേക്ക് പോകുന്നു. അങ്ങനെ ചെന്നതിന് ശേഷം അവിടെ പോയ ഒരു വലിയ കേസ് നടക്കുകയാണ്. അവരുടെ പൗരത്വം UK റദ്ദാക്കുന്ന ഒരവസ്ഥ. അതിൻ്റെ വലിയ നാളുകൾ നീണ്ടു നിന്ന കേസ്. അപ്പോൾ അതിൽ അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ISൽ ചേർന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്, ഇപ്പോൾ ഇരവാദം എന്ന് പറയുന്നൊരു സംഗതി. എന്നുവെച്ചാൽ ആരാണ് ഇവരെ നിർബന്ധിച്ചത്? സ്വന്തം ഇഷ്ടപ്രകാരമാണ്. ഇവരുടെ ഒരു ലോങ് ഇൻ്റർവ്യൂ ഇതുപോലെ ഒരു സ്ഥലത്ത് വീഡിയോ മീൻസ് ടെക്സ്റ്റായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിലൊക്കെ ഇവർ പറയുന്നത്, ഐ റിയലി ബിലീവ്ഡ് ദാറ്റ് ദെർ വാസ് എ സ്റ്റേറ്റ് വെയർ വി കുഡ് ലിവ് ലൈക്ക് ദ പ്രൊഫറ്റ്. മുഹമ്മദ് നബി എങ്ങനെയാണോ, മുഹമ്മദ് നബിയുടെ പാത യഥാവിധി അനുധാവനം ചെയ്ത് ജീവിക്കുക എന്നതാണ് ഓരോ മുസ്ലിമിൻ്റെയും മനസ്സിൽ കൊണ്ട് നടക്കുന്ന സ്വപ്നം എന്ന് നമ്മൾ സലഫി ക്ലാസ്സുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. ഞാനൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ജീവിക്കാൻ നമുക്ക് കഴിയണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും. അങ്ങനെ വിചാരിച്ചിട്ട് പോയതാണ്. സത്യമായിട്ടും ഞാൻ അതിനാണ് പോയത്. ഇതാണ് അവർ പറയുന്നത്. ഇത് തന്നെയല്ലേ കേരള സ്റ്റോറി മൂവിയിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതിൽ വന്നപ്പോൾ അത് പ്രശ്നമാവുന്നു. ഐ കെയിം ഫോർ ദ ജിഹാദ്, ഫോർ ഷെരിയ ആൻഡ് ദ ഇസ്ലാമിക് സ്റ്റേറ്റ്. അവർ പറയാണ്, ദ 29-year-old Tunisian woman said roughly 4 years after leaving her hometown along with her first husband. ഓക്കെ, ഇഷ്ടംപോലെ ഹസ്ബൻഡ്സ് ഉണ്ടാവും. പിന്നെ അതുകൂടാതെ ഇതേ കേരള സ്റ്റോറി മൂവിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, റേപ്പ് ആൻഡ് സ്ലേവറി വാസ് ല്യൂർ ഫോർ UK ISIS റിക്രൂട്ട്സ് വിത്ത് ഹിസ്റ്ററി ഓഫ് സെക്ഷൽ വയലൻസ്. ഇതും അവിടെ നടന്നിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ എന്താ തെറ്റെന്നാണ് ചോദിക്കുക. ഒരു തെറ്റുമില്ല. കാരണം എന്താണ്? ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാ. കാരണം തബൂക്ക് യുദ്ധം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇസ്ലാമിൽ. അവിടെ റോമാക്കാരെ അറ്റാക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു ആയത്തിറങ്ങിയ ഒരു സംഗതിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആരുമായിട്ടാണ് നമ്മൾ അടുത്ത യുദ്ധം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് റോമാക്കാരുമായിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ മുഹമ്മദ് നബിയുടെ സഹാബികൾ നിക്കറിൽ മുള്ളി. അവർക്കും ഓൾ ഐസ് ഓൺ ബോൾസ് അവിടെ ഉണ്ടായിരുന്നു പ്രശ്നം. അപ്പോൾ അവർ പറഞ്ഞു, നമ്മളില്ല, എനിക്ക് നല്ല പനി, എന്തോ എന്നെ ആരോ വിളിച്ചു, കമ്പിളി പതപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ മുങ്ങാൻ തുടങ്ങി. അപ്പോൾ ആ മുങ്ങുന്ന വിശ്വാസികളായിട്ടുള്ള സ്വന്തം കൊള്ളക്കാരെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി മുഹമ്മദ് നബി അവർക്ക് പറഞ്ഞ ഒരു വെച്ചു കൊടുത്ത ഓപ്ഷൻ എന്താണ്? അവിടെ നല്ല പെണ്ണുങ്ങളെ കിട്ടും, എന്താണ് പളങ്ക് പോലത്തെ കണ്ണുള്ള, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിനെ വിശദീകരിച്ചിട്ട് അവരെ ഈ യുദ്ധത്തിൽ പ്രേരിപ്പിക്കുകയാണ്. നിങ്ങൾ ആ സ്ഥലം പിടിച്ചെടുത്താൽ നിങ്ങൾക്ക് അത് കിട്ടും, ഇത് കിട്ടും, വെളുത്ത സ്ത്രീകളെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന മുഹമ്മദ് നബി നിങ്ങൾക്ക് കാണാം. അവിടെ മുഹമ്മദ് നബി ഉപയോഗിച്ച എന്താണ്? ഇത് തന്നെയാണ്, റേപ്പ് ആൻഡ് സ്ലേവറി. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആ പെണ്ണുങ്ങളെ പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബി എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ISIS അതാ ഞാൻ എപ്പോഴും വെക്കുന്ന ഒരു വെല്ലുവിളി. ISIS, താലിബാൻ, ബോക്കോ ഹറാം, ഇങ്ങനെയുള്ള 500 സംഘടനകളുണ്ടല്ലോ. ഈ സംഘടനകളിൽ ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് അവർ ചെയ്യുന്നതിൽ അനിസ്ലാമികമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവാ. അന്ന് നമ്മൾ മതം സ്വീകരിക്കുന്നു പറയുന്നതാണ്. ഇതുവരെ ഒരാൾക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ആ വെല്ലുവിളി നിലനിൽക്കുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് ഏറ്റെടുക്കാം. അപ്പോൾ ഇതും അവിടെ നടക്കുകയാണ്. പെണ്ണുങ്ങളെ കാണിച്ച്, സ്ലേവറി കാണിച്ച്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലും ഒരു ഒരു യസീദി വനിതയാണ്, ഇറാഖിലുള്ള യസീദി വനിത. അപ്പോൾ യസീദികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ISISന് മുന്നിൽ അവർ കാഫിറുകളാണ്. അതായത് ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ മുന്നിൽ എങ്ങനെയാണോ ഹിന്ദുക്കൾ, എങ്ങനെയാണോ ക്രിസ്ത്യാനികൾ, അതുപോലെയാണ് ഇറാഖിൽ ISISൻ്റെ മുന്നിൽ ഈ യസീദി പെണ്ണുങ്ങൾ. അവരെ ഇതുപോലെ സെക്ഷൽ പ്രിഡേഷനും സെക്ഷൽ വയലൻസും ഇതുപോലെ സ്ലേവറി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് ഇവരെ ഈ യുദ്ധത്തിലേക്കും ഈ പിടിച്ചടക്കലിലേക്കും ആളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബെയ്റ്റ് ആയിട്ട് അവർ ഉപയോഗിക്കുന്നു, ഒരു ഓഫറായിട്ട് അവർ ഉപയോഗിക്കുന്നു. ബെയ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് കൃത്യമായ ഒരു പാരിതോഷികം ആയിട്ട് തന്നെയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇത് ചെയ്തതിൻ്റെ കഥയാണ് നമ്മൾ ദ ലാസ്റ്റ് ഗേൾ എന്ന് പറഞ്ഞിട്ട് നാദിയ മുറാദിൻ്റെ കഥ. അത് നിങ്ങൾ വായിക്കണം. അത് വായിച്ചു കഴിഞ്ഞാൽ നോബൽ സമ്മാനം കിട്ടിയ ഒരു സംഗതി കൂടിയാണ്, ആളാണ്. ആ കൃതിയിൽ കൃത്യമായിട്ട് വിവരിക്കുന്നു എങ്ങനെയാണ് ISIS അവരെ പിടിച്ചടക്കിയത്, ഏത് രീതിയിലാണ് അവരെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തത്, ഇതുപോലെ അടിമകളാക്കി കൊണ്ട് നടന്നിരുന്നത്, ബലാത്സംഗം ചെയ്തിരുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ വായിക്കാം. ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബലാത്സംഗം ഇസ്ലാമിലില്ല, ഒരാൾക്ക് ഒരു സ്ത്രീ എന്നൊക്കെയുള്ള കാര്യത്തിൽ നിങ്ങൾ പറയും. അങ്ങനെയല്ല. ഒരു മുസ്ലിമിന് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒരു അടിമയെ വാങ്ങിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ
10 ആൾ കൂടിയിട്ട് ഷെയർ ഇട്ടിട്ട് ഒരടിമയെ വാങ്ങിക്കാം, എന്നിട്ട് 10 ആൾക്കും പോയിക്കാം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആർക്ക് വേണേലും വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കാം. തെളിവൊക്കെ ഇവിടെ കണ്ടമാനം നമ്മൾ തന്നിട്ടുള്ളതാണ്, ഇനിയും വേണേൽ തരാം. ഇതാണ് ഇസ്ലാമിൻ്റെ അവസ്ഥ. ഇത് ഇവിടെ നടക്കുന്നു. ഇത് കാണിച്ച് തന്നെയാണ് അവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം ഇങ്ങനെ ഈ ഒരു കേരള സ്റ്റോറിയിലെ ആ വിഷയവും ഇതെല്ലാം പറയുമ്പോൾ അതിനകത്ത് നമ്മൾ കാണുന്ന എന്താണ്? ജിഹാദും അതുപോലെ ഐസിസും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എല്ലാമാണ്. അതല്ലാതെ നോർമലായിട്ട് ഇവിടെ സമാധാനം കാംക്ഷിച്ച് ജീവിക്കുന്ന മുസ്ലിമിനെ കുറിച്ചല്ല. അപ്പോൾ ആരെങ്കിലും ഇനിയും ഈ സിനിമ കണ്ടിട്ടില്ല, ഇത് ശരിയാവോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഇത് കാണണമെന്നേ ഞാൻ പറയും. ഇതിനകത്തുള്ള പ്രശ്നങ്ങളും ഇതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റിയോ ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. ഈ വിഷയം എന്താണ്, എങ്ങനെയാണ് ഇതിനകത്ത് അഡ്രസ്സ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് അത് അഡ്രസ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇത് നിങ്ങൾ കാണണം തന്നെയാണ് ഞാൻ പറയാം. ഇത് മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും കാണണം എന്നാണ് ഞാൻ പറയുക. ഈ സിനിമ ആദ്യം കാണേണ്ടത് മുസ്ലിങ്ങൾ തന്നെയാണ്. എങ്ങനെയാണ് ഒരു ആൾ ഇതിലേക്ക് എത്തിപ്പെടുന്നത്, അവിടെ എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടെറൈൻ എങ്ങനെയാണ്, അവരുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നിങ്ങൾ കാണണം. ഇതിലൊന്നും തന്നെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. നിഷേധിക്കാൻ തോന്നുന്ന ആളുകൾ നേരെ പോയിട്ട് നാദിയ മുറാദിനെ കേൾക്കുക, നേരത്തെ പറഞ്ഞ ഷമീമ ബീഗത്തിൻ്റെ ആ കഥ നിങ്ങളൊന്ന് കേൾക്കുക, കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഇതേപോലെ ഈ തരത്തിലുള്ള സ്ഥലത്ത് പോയിട്ട് രക്ഷപ്പെട്ടു വന്ന കുട്ടിയാണ് ഈ പറയുന്ന ഷമീമ ബീഗം. പക്ഷേ അവർക്ക് പൗരത്വം നിഷേധിക്കപ്പെടുന്നു. അവരിപ്പോഴും അവിടെ UK വരാൻ പറ്റാതെ ജീവിക്കുകയാണ്. ഇതിൻ്റെ ട്രെയിലർ വേണമെങ്കിൽ നമുക്കൊന്ന് കണ്ടു കളയാം. എന്ത് പറയുന്നു? വീഡിയോ ലൈക്ക് ചെയ്യുക ആളുകൾ എല്ലാവരും. ഓക്കെ, Tell me, when exactly you joined ISIS? ISIS कब ज्वाइन किया ये जानने के लिए, क्यों ज्वाइन किया और कैसे ज्वाइन किया ये जानना ज़रूरी है सर. इस दुनिया को सिर्फ अल्लाह चलाता है, ओनली अल्लाह. उन्हें करीब लाओ, खानदान से जुदा करो, दुश्मनी रिश्ते बनाओ, जरूरत पड़े तो उन्हें प्रेग्नेंट करो और जल्द से जल्द अगले मिशन के लिए हमें हैंडओवर करो. तुम लोगों ने बताया नहीं तुम कौन से गॉड को मानता? आई थिंक शिवा इज ए बिग गॉड. जो गॉड अपनी वाइफ के मरने पे ऐसे कॉमन मैन की तरह रोता हो, वो गॉड कैसे हो सकता है? क्या बदतमीजी है ये? हिजाब पहनी एक भी लड़की के साथ ना ही कभी रेप होता है, ना ही कभी कोई उन्हें छेड़ता है, because Allah always protects us. Are you trying to say only Allah protects? क्या आपको अपना शौहर कबूल है? कबूल है. फातिमा. ഈ കണ്ട സീന്, അതായത് അമ്മ വന്നിട്ട് കുട്ടിയെ വിളിക്കുമ്പോൾ തിരിഞ്ഞു നടക്കുന്ന കാഴ്ച. ഹാദിയ, അഖിലയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അവരുമായിട്ട് അവരുടെ മാതാപിതാക്കളോട് ഞാൻ സംസാരിച്ചു. അവർ ഷെയർ ചെയ്ത അതേ കാര്യമാണ് ഈ പറയുന്നത്. അതായത് ഈ ഒരു വിഷയം നടക്കുന്ന സമയത്ത് അഖിലയുടെ അമ്മയാണോ അച്ഛനാണോ അവിടെ പോയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് കണ്ട ഭാവമില്ല, മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു നടന്നു എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്, നിങ്ങൾ വിശ്വാസിയായി കഴിഞ്ഞാൽ കാഫിറുകളായ നിങ്ങളുടെ മാതാപിതാക്കളോട് വളരെ പരുഷമായിട്ട് തന്നെയാണ് നിങ്ങൾ പെരുമാറേണ്ടത്, അവരനുസരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് വിശദമായ ക്ലാസ് നമ്മൾ മുന്നേ എടുത്തിട്ടുണ്ട്. ഷംസുദ്ദീൻ പാലത്തിൻ്റെ ഒരു ക്ലാസ് ഇവിടെ നമ്മൾ മുന്നേ എടുത്തിട്ടുണ്ട്. സൗകര്യമുള്ള ആളുകൾക്ക് വേണ്ട കേൾക്കണം, മനസ്സിലാക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് പോയി കാണാം. ഇതാണ് നമ്മൾ പറയുന്നത്. ഇതിലൊന്നും തന്നെ അനിസ്ലാമികമായിട്ടോ ഇതിൽ ഇല്ലാത്ത കാര്യങ്ങളായിട്ടോ ഇല്ല. പിന്നെ ഇതിലൊരു കമൻറ്റ് കണ്ടു, കേരളത്തെ മോശമായിട്ട്, മലയാളികളല്ലാതെയുള്ള ആളുകൾ ഇത് കാണുന്ന സമയത്ത് അവർക്കിതാണ് കേരളം, കേരളത്തെക്കുറിച്ച്. ഇപ്പം നിങ്ങൾ ബോളിവുഡ് സിനിമ കാണുന്ന സമയത്ത് അതിനകത്ത് മുഴുവൻ ആട്ടും പാട്ടും ഡാൻസും ഇതല്ലല്ലോ നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ കാണുന്ന ആളുകൾക്ക് അത് കണ്ടിരിക്കാൻ വേണ്ടി നമ്മുടെ ഈ പച്ചല സിനിമ പോലെയല്ല അവിടെയുള്ള ആളുകൾ സിനിമ പിടിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലെടുത്തു. അത് അവരുടെ ഒരു ഡിസിഷൻ, എങ്ങനെ ചിത്രീകരിക്കണം, അതല്ല നമ്മുടെ വിഷയം. ഇതിനകത്ത് പ്രതിപാദിച്ച വിഷയമാണ്, അതിൻ്റെ സബ്ജക്റ്റാണ് നമ്മുടെ വിഷയം. അതിനെ നമ്മൾ പറയും. എടുത്തതും അതിൻ്റെ ക്വാളിറ്റി അതൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വേറെയുണ്ട്. അതൊന്നും അല്ല നമ്മുടെ വിഷയം, അത് നമ്മൾ വിടുന്നു. അതിൻ്റെ പേരിൽ ഈ സിനിമയെ നമ്മൾ കാണരുത് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു വെക്കുമ്പോൾ ഈ ശ്രദ്ധ അവിടെ നഷ്ടപ്പെടും എന്നതാണ് എൻ്റെ പ്രശ്നം. ഓക്കെ, This is a global agenda. हमारे एक्स चीफ मिनिस्टर ने बोला है कि अगले 20 साल में केरला इस्लामिक स्टेट बन जाएगा.
एक सनसनीखेज घटना ने केरला की रूह तक को हिला दिया है। Just come back. You're not safe, Shalini. Please come back. हम 48 गर्ल्स में से 7 क्रिश्चियन हैं, बाकी हिंदू हैं। मैं अकेली नहीं हूँ इस खेल में। मेरे जैसे हजारों लड़कियां हैं जो अपने घर से भागकर इस रेगिस्तान में दफन हो चुकी है। അപ്പോൾ നിങ്ങൾ കാണണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഈ തൊലിഞ്ഞ മതത്തെ പ്രൊമോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റൊക്കെ ഞാൻ കാണാറുണ്ട്. അതൊന്നും എൻ്റെ വിഷയമല്ല, ഞാൻ പ്രൊമോട്ട് ചെയ്യും. കാരണം എൻ്റെ വിഷയം ഞാൻ പറഞ്ഞല്ലോ, ഗ്ലോബൽ ടെററിസമാണ് നമ്മുടെ പ്രശ്നം. അതിൻ്റെ ഏറ്റവും വലിയ പതാകവാഹകർ എന്നൊക്കെയുള്ള രീതിയിൽ, അതല്ലെങ്കിൽ ഗ്ലോബൽ ടെററിസം എന്ന് പറയുമ്പോൾ ആദ്യം ഇവിടെ വരുന്നത് ഇസ്ലാം തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള എലമെൻറ്റ് പോലും. അതുകൊണ്ട് നമ്മളിതിനെ അഡ്രസ്സ് ചെയ്യണം. അതിന് ചെറിയ രീതിയിലാണെങ്കിലും അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കഥയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കാർട്ടൂണോ സിനിമ എന്തു തന്നെയായാലും നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നാണ് നിലവിലെ എൻ്റെ ഒരു നിലപാട്. നല്ല സിനിമകൾ വരട്ടെന്നേ. ഇനി ഇത് കാണുമ്പോൾ അങ്ങനെ ഒരു വിഷമം നിങ്ങൾക്കുണ്ടെങ്കിൽ നല്ല നല്ല സിനിമകളും നല്ല നല്ല സീരീസുകളൊക്കെ ഉണ്ട്. കാലിഫേറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. നെറ്റ്ഫ്ലിക്സ് സീരീസാണ്, ഇപ്പോഴും ഉണ്ട്, പോയി കാണാം. അതുപോലെ പല സാധനങ്ങൾ വേറെയുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഒരു ചെറിയൊരു പ്രശ്നം. അപ്പോൾ അതിനകത്ത് കേരളത്തിൻ്റെ ചിത്രീകരണം അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ റദ്ദാക്കാതെ നോക്കുക എന്നതാണ്. ഇനി ഇതിൽ ഈ സിനിമയെ ഏറ്റവും കൂടുതൽ ബാധിച്ച 2-3 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ ലവ് ജിഹാദ്. അങ്ങനെ ഒരു സാധനമില്ല എന്നൊക്കെ പറയുന്നൊരു വിഷയം. ലവ് ജിഹാദ് എന്ന് പറയുന്നൊരു സാധനം ആ പേരിലാണ് ആ പ്രശ്നം. എന്ന് വെച്ചാൽ ആ പേരുകൊണ്ട് ഉദ്ദേശിക്കുന്ന സാധനം ഒരു പ്രണയം നടിച്ച് നിങ്ങളൊരാളെ മതം മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു, മതത്തിലേക്ക് ആളെ കൂട്ടണം, അവർ മതത്തിലേക്ക് വന്നാൽ മതത്തിന് വലിയ ഗുണമാണ്, മതത്തിന് വലിയ ഒരു മെച്ചമാണ് എന്ന രീതിയിൽ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ട്. അതിന് പ്രണയം വരെ അവർ ഉപയോഗിക്കുന്നു ഒരു മാർഗമായിട്ട്, ഹറാമായ പ്രണയം. അങ്ങനെ നോക്കുന്ന സമയത്ത് ലവ് ജിഹാദ് ഉണ്ടെന്ന് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. പിന്നെ വേണമെങ്കിൽ അങ്ങനെയല്ല, കൺവേർഷൻ ജിഹാദ്, മാരേജ് ജിഹാദ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, നമുക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇത് സംബന്ധിച്ച് നമ്മളുടെ AP അഹമ്മദ് മാഷും TG മോഹൻദാസുമായിട്ട് നേരിട്ട് നടത്തിയിട്ടുള്ള ഒരു ചർച്ച നമ്മളുടെ മാധവിക്കുട്ടിയുടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എങ്ങനെയാണ് നമ്മുടെ സമദാനി മാധവിക്കുട്ടിയെ പെടുത്തിയത്. ആ മതത്തിനകത്തേക്ക് വന്നതിന് ശേഷം ഇവർക്ക് തിരിച്ചു പോകാൻ പറ്റാതെ അതിനകത്ത് നരകിച്ച് ജീവിച്ചതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് അതിനകത്ത് കേൾക്കാം. അപ്പം നമ്മൾ പറയുന്നത് ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇതിനെക്കുറിച്ച് പറയണം. പറയുന്ന ആളുകളെ ക്യാൻസൽ ചെയ്തതുകൊണ്ട് ഈ വിഷയം ഇല്ലാതെയാകില്ല, വിഷയം പെരുകയുള്ളൂ. ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ പറയുന്ന സമയത്ത് കുറേ ആളുകളുടെ ചിത്രം, ആയിഷ, സെബാസ്റ്റ്യൻ, അങ്ങനെ പല പല പേരുകൾ എല്ലാം ഓർത്തു വെക്കാൻ പറ്റാറില്ല, കാരണം ഒക്കെ മിക്സാണ്. അപ്പോൾ എന്തായാലും അതിൽപ്പെട്ട ഒരു വളരെയധികം മതത്തിലേക്ക് ആകൃഷ്ടയായി എന്നിട്ട് അവിടെ പോയി ഇതുപോലെ ജീവിക്കാൻ വേണ്ടി നിന്ന ഒരാളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഒരാൾ കമോൺ ഓൺ ദ സ്റ്റേജ്. സത്യാന്വേഷണത്തിലൂടെ അള്ളാഹുവിന്റെ മതമാണ് മോചനമാർഗമെന്ന് തിരിച്ചറിയുകയും അത് സ്വീകരിക്കുവാൻ ആർജവം കാണിക്കുകയും ചെയ്ത ഒട്ടനവധി പേർ നമുക്കിടയിലുണ്ട്. അവരുടെ അനുഭവങ്ങൾ സത്യവിശ്വാസത്തിന്റെ ഉജ്ജ്വലതയെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയും ഇസ്ലാമിക പ്രബോധനത്തിന്റെ അനിവാര്യത വ്യക്തമാക്കുകയും ചെയ്യും. ഇസ്ലാം ഷഹാദത്തിന്റെ പെണ്ണനുഭവങ്ങളിൽ നിന്ന് ആയിഷ സോണിയ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാമു വസ്സലാത്തു അലാ റസൂലില്ലാഹ്, അമ്മാ ബഅദ്. ഇത് പേര് കണ്ടോ? ആയിഷ സോണിയ. MM അക്ബറിൻ്റെ ചാനലിൽ വന്ന വീഡിയോ ആണ്, അതവർ മുക്കി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു കാലഘട്ടത്തിൽ മുക്കിയതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാക്കന്മാർ പലതും മുക്കിയിട്ടും ഇപ്പോഴും നമ്മുടെ കയ്യിൽ സാധനം ഇരിപ്പുണ്ട്. അതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി. അപ്പോൾ ഇതിൽ ഞാനിതൊരു വലിയ വീഡിയോ ആണ്, നിങ്ങൾ മുഴുവൻ വേണമെങ്കിൽ നമുക്കിത് മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ ഇട്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം. ഇപ്പോൾ നമ്മൾ വീണ്ടും ചെയ്താൽ ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ ഇതിൽ പറയുന്നത് വേണമെങ്കിൽ ഇത് മുറിച്ചിടുക അല്ലെങ്കിൽ അങ്ങനെ ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഇടാം.
അപ്പോൾ ഇതിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവർ ആ ഒരു വിശ്വാസ തീക്ഷ്ണത അത് ഏറ്റെടുത്തുകൊണ്ട് മതത്തിലേക്ക് വന്ന ആളുകൾ. ഇതിനകത്തൊന്നും പ്രണയമല്ല. ഇത് നടന്നിരിക്കുന്നത്, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് പീസ് സ്കൂളുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് അത് ഇവിടെ വലിയ പ്രശ്നമായത്. അല്പം കൂടി കേട്ടിട്ട് നമുക്ക് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോവാം. I'm a little nervous looking at such a big audience, but I must make use of this opportunity. So here we go. I'm Aisha. My hometown is Ernakulam. I was born and brought up in a typical Roman Catholic family, a family which goes to church every Sunday. We say the rosary every day, we have our family prayers. But from childhood, I had a lot of doubts about religion. I used to keep questioning. കരച്ചിലും കൂടി ഇടണമെന്നാണ് പറയുന്നത്. നമുക്ക് കരച്ചിൽ കേൾക്കാം. ഏതായാലും ആളുടെ ഒരു എനർജിയും ആളെങ്ങനെയാണ് ഇതിനെ കണ്ടിരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ധാരണയായല്ലോ. ഇനി ഇയാളുടെ കരച്ചിൽ നമുക്കൊന്ന് കേട്ടേക്കാം. കരച്ചിലുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് കരച്ചിലേക്ക് കടക്കാം. This is the story of some of the 60 Indians who joined the most brutal terror group the modern world has known. Why they chose to go, how they reached Afghanistan, and what happened to them, in some of their own voices. The reason we moved was to live an Islamic life and under a caliphate, Muslim rule. എന്താണ് നേരത്തെ ഷമീമ ബീഗം പറഞ്ഞത്? ഇത് തന്നെയല്ലേ പറഞ്ഞത്? മുസ്ലിം റൂൾ, കാലിഫേറ്റ്. അത് നമ്മൾ പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് പിടിക്കില്ല. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതാണ് ഒരു മുസ്ലിമിൻ്റെ ഐഡിയൽ, ഒരു ഗോൾ ആയിട്ട് അവിടെ വെച്ചിരിക്കുന്നത്. ഇതിലേക്കാണ് ഓരോ ആളും പോകുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് പോകുന്നില്ല? ഇന്ത്യയിൽ ഇത്രയും മുസ്ലിങ്ങൾ എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മതം പഠിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ കാര്യം. ഇത് പഠിച്ച ആളുകൾ ഇത് മനസ്സിലാക്കുന്നു, അവർ പോകുന്നു. പഠിച്ച ആളുകൾ മനസ്സിലാക്കുന്നു, അവർ മതം വിടുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ. So, but once we reached there, many of our expectations were not met. In Thais, the widows and the orphans, they will be taken care of and money will be provided for them. मुझे पंजाबी में एक औरत थी, उन्होंने कहा इधर पाकिस्तान ने कहा सबको 5,000 देनी है, आपका तो 5,000 है, मेरे हाथ पे दिया. क्यों पाकिस्तान जाएगा उसके बाद? जलालाबाद से कहाँ जाने के बाद? पाकिस्तानी गर्ल? नहीं, दूसरा खिलाफत की कोई अच्छा तरतीब होगा, सेफ के लिए किसी जगह हमें करेगा, फिर थोड़ा सेफ होगा, फिर वापस करेगा, ऐसे कुछ सोच के. Kerala. The Indians took 3 routes through the UAE, Oman and Iran to their final destination. The Afpak border in Momandara, Nangarhar province. വന്നല്ലോ സോണിയ സെബാസ്റ്റ്യൻ. Abdul Rashid Abdullah. Sonia Sebastian. My husband's name is Abdul Rashid Abdullah. I have one daughter. നേരത്തെ നമ്മൾ കേട്ടില്ലേ, ഐ ആം ആയിഷ സോണിയ എന്നൊക്കെ പറഞ്ഞു വന്ന ആൾ, ആ ആളാണ് ഈ ഇരിക്കുന്നത്. ഇതാണ് ഈ നിലവിളി പാർട്ടി. അപ്പോൾ നേരത്തെ ഉള്ള ആളെങ്ങനെ, ഇപ്പം എന്താണ്, ഇനി എന്താ പറയണമെന്ന് കൂടി കേട്ടോളൂ. എല്ലാം കയ്യിൽ നിന്ന് പോയി, നമ്മൾ വിചാരിച്ച പോലെയല്ല എന്ന് പറയുന്ന ഒരു കാഴ്ച. Her name is, and I came to Khorasan in the year 2016. I had accompanied my husband. And once we reached here, many things we saw were not up to our expectations. അതെന്താ അങ്ങനെ പറയണത്? എന്താണ് എക്സ്പെക്റ്റേഷനിലില്ലാത്തത്? 4 ഭാര്യമാരെ വെക്കാം, അതെന്താ ഇസ്ലാമിലുള്ളതല്ലേ? നിങ്ങളത് എക്സ്പെക്റ്റ് ചെയ്യാതെ പോയത് അത് ആരുടെ കുഴപ്പമാണ്? അതുപോലെ അടിമയെ വെക്കാം. ഇപ്പോൾ അവിടെയുള്ള കാഫിറുകളായിട്ടുള്ള ആളുകളെ പിടിച്ചിട്ട് ഇതുപോലെ ലൈംഗിക അടിമത്തം, അതുപോലെ തന്നെ എല്ലാ രീതിയിലും അത് അവിടെ നടക്കും. അത് നിങ്ങളെന്തിനാണ് അതിനകത്ത് എക്സ്പെക്റ്റേഷൻ്റെ വിപരീതമായിട്ട് നിങ്ങൾ കണക്കാക്കുന്നത്? അതാണല്ലോ ശരിയായ നിയമം. കാലിഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കാൻ പോണതാണ്. ഇതവിടെ ഉണ്ടാവും. അപ്പം നിങ്ങൾ കൊണ്ടു നടക്കുന്ന ധാർമ്മികത ഇസ്ലാമിലെ ധാർമ്മികതയേക്കാൾ എത്രയോ മുകളിലാണ്. ഇതാണ് അവിടുത്തെ പ്രശ്നം. ആ കോൺഫ്ലിക്റ്റ് വരുന്നത് അതുകൊണ്ടാണ്. ഇതാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നിന്ന് ജീവിക്കുന്ന ഒരു ശരാശരി മുസ്ലിമിനെ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ധാർമ്മികത എന്ന് പറയുന്നത് മുഹമ്മദ് നബിയേക്കാൾ 10 മടങ്ങാണ്. ആ ലെവലിലാണ് ഇവിടുത്തെ ഓരോ മുസ്ലിം ഉള്ളത്. ആ ഒരു ലെവലിൽ നിന്നും ഇസ്ലാം മതം നിങ്ങൾ കൂടുതൽ പഠിക്കും തോറും
മുഹമ്മദ് നബിയിലേക്ക് അടുക്കും, 6-ാം നൂറ്റാണ്ടിലേക്ക് പോകും. അങ്ങനെ നിങ്ങളും മുഹമ്മദ് നബിയും ധാർമ്മികതയുടെ കാര്യത്തിൽ ഒന്നായി മാറും. ഇതാണ് നമ്മൾ പറയുന്നത്. എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നതെന്ന് നമ്മൾ ചോദിക്കണേ. ബാക്കി കേൾക്കാം. We came here expecting an Islamic life, to live under Islamic law, but many things were not up to our expectations. Be it the salah in the masjid and different things. So this was kind of a disappointment, and so I'm assuming many people who want to come are coming with the same expectations, but that is not what the reality is. So I would suggest everybody to rethink their decision and think carefully before doing anything. ഇതന്നല്ലേ കേരള സ്റ്റോറിയും പറയുന്നത്. അതായത് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റീതിങ്ക്. നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല ഇവിടുത്തെ കാര്യങ്ങൾ, ഇത് വലിയ പ്രശ്നമാണ് എന്ന് ഇവർ പറയുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പല രീതിയിൽ അവതരിപ്പിക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർവ്യൂ ആയിട്ട് ഇങ്ങനെ വളരെ ബോറിംഗ് ആയിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാം. നിങ്ങൾക്ക് കാർട്ടൂണായിട്ട് പറയാം. ഇതുപോലെ ബോബനും മോളിയൊക്കെ വന്ന് നിന്നിട്ട് തട്ടമിട്ട മോളി ഇങ്ങനെ വന്നിരുന്ന് നിലവിളിക്കുന്നൊക്കെ നിങ്ങൾക്ക് പറയാം, അപ്പോഴും നിങ്ങൾക്ക് കേൾക്കാം. ഇനി അതല്ല, രാജുവും രാധയും അങ്ങനെ വന്നിരുന്നിട്ട് അൽ രാജു അൽ രാധ, ഹിജാബൊക്കെ ഇട്ട ഒരു രാധ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയാം, ഓ അവിടെ വലിയ പ്രശ്നമാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുട്ടൂസൻ ഇമാമ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നൊക്കെ. അപ്പോൾ അത് ഒരു വഴിയാണ്. ഇനി അതുപോലെ ചിത്രം വരയ്ക്കാം, കാർട്ടൂൺ തല പോകാൻ നോക്കണുണ്ട്, ചിലപ്പോൾ ഓഫീസിലൊക്കെ ബോംബേറൊക്കെ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഇത് അവതരിപ്പിക്കാം, വലിയ പ്രശ്നമാണ്. നിങ്ങൾക്ക് സിനിമ എടുത്തും അവതരിപ്പിക്കാം. അതാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഇതേ വിഷയം ഇങ്ങനെ പറഞ്ഞ കാര്യം ഇത് സിനിമയാകുമ്പോൾ അതിനകത്ത് ഒരു കാര്യം ഡെപിക്റ്റ് ചെയ്യുമ്പോൾ ഉടനെ അത് സംഘി പ്രൊപ്പഗണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിത് മുസ്ലിങ്ങളെ കരിവാരിത്തേക്കണു എന്നും കൂടി പറഞ്ഞിട്ട് സത്യത്തിൽ ഇവിടെ നിങ്ങൾ വഴിയൊരുക്കിയത് ഈ ജിഹാദികൾക്കല്ലേ. അവരെക്കുറിച്ചും അവരവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളെ ഇവിടെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഈ സിനിമയിൽ വരുന്നു. ഈ സിനിമ എന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഏത് സിനിമ വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് നോക്കാം. കാലിഫേറ്റ് ആയാലും എല്ലാം നിങ്ങൾക്ക് കാണുന്ന ഒരു കാര്യമാണ്. കാലിഫേറ്റ് ഞാൻ പലതവണ പ്ലേ ചെയ്യുമ്പോൾ എന്നോട് ഒരാൾ വന്ന് പറയും ദയവായിട്ട് അത് പ്ലേ ചെയ്യരുത്. കാരണം കേരള സ്റ്റോറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു ഫീലിങ്ങിനേക്കാൾ ഒരു 10 മടങ്ങാണ് കാലിഫേറ്റ് എന്ന് പറയുന്ന സീരീസ് കണ്ടുണ്ടാവുക. അതായത് കേരള സ്റ്റോറി കാണുമ്പോൾ നിങ്ങൾക്കൊരു സിമ്പതിയെങ്കിലും തോന്നും. എന്നാൽ ഈ കാലിഫേറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരാളെ പോലും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് നിങ്ങളെ മനസ്സിലേക്ക് വരിക. അപ്പോൾ ഏതാ ഭേദം എന്ന് നിങ്ങൾ ആലോചിക്കും. ഇത് ഒരു ഇന്ത്യൻ കോണ്ടാക്സിൽ നിന്നിട്ട് എടുത്തതുകൊണ്ട് ചെറിയ ചെറിയ മസാലകളൊക്കെ ചേർത്തിട്ട് അവർ ഒരു കണ്ടിരിക്കാനൊന്നും മാത്രമല്ല അത്രയ്ക്ക് കുഴപ്പമില്ല എന്ന് പറയാൻ സിനിമാക്കാരൻ പോലും ശ്രമിച്ചിട്ടുണ്ട്. അതാണ് അതിലെ രസം. എന്നാൽ കാലിഫേറ്റിൽ അങ്ങനെ ഒരു സംഭവമില്ല. വളരെ പെർഫെക്റ്റായിട്ട് വളരെ റോ ആയിട്ട് ആണ് കാര്യങ്ങൾ അവരതിനകത്ത് ചിത്രീകരിച്ച് വെച്ചത്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കും. ഏതൊരു കാക്കാനെ കണ്ടാലും പേടിക്കും. ഒരു പർദ്ദയിട്ട് ഒരാൾ പോയാൽ നിങ്ങൾ പേടിക്കും. ഇതാണ് അതിലെ അവസ്ഥ. അത്രയ്ക്ക് റോ ആയിട്ടാണ് കാര്യങ്ങൾ വെച്ചിരിക്കുന്നത്. എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായ അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് കിട്ടിയ ഒരു പെർസെപ്ഷനാണ് പറയുന്നത്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഈ ഒരു ലൈവ് ഒരു വാച്ച് പാർട്ടിയൊക്കെ നടത്തേണ്ട ഒരു സാധനമാണ്. പക്ഷേ ഇത് കോപ്പിറൈറ്റിന് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയാത്തത്. എന്തായാലും ഇവിടെ നിങ്ങൾ കേട്ടു, ആദ്യം വന്ന് നിന്ന് പറഞ്ഞ ആ ആയിഷയല്ല ഇപ്പോൾ ഇരുന്ന് പറയുന്നത്. എക്സ്പെക്റ്റേഷൻസൊക്കെ മാറി. ഇസ്ലാമിക് സൈഡ് ഇപ്പോൾ നിലവിളി എന്താണ്? വീട്ടിൽ പോകണം, ഇതാണ് ആ നിലവിളി. വീട്ടിലേക്ക് എടുക്കില്ല എന്ന് പറഞ്ഞു അവരവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കേസസ് ഇതുപോലെ മനസ്സിലാക്കി ഇതിൻ്റെ റീസൺസ് മനസ്സിലാക്കി അവരവിടെ പറയുന്നു ഹൗ ഐസിസ് ലൂവേഴ്സ് യൂത്ത് വിത്ത് വിമൻ മീറ്റ് ചോക്ലേറ്റ്സ് ടു റിക്രൂട്ട് ഇൻ കേരള. കേരളത്തിൽ നടക്കുന്നത് ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യ ടുഡേ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തുവിട്ടത്. അതിനകത്ത് ഇവിടെ കാണാം ദ മീഡിയ ഹാൻഡ്ലർ കണ്ടിന്യൂസ് ടു സെൻഡ് ഓഡിയോ ക്ലിപ്സ് മലയാളത്തിൽ. അങ്ങനെ വിട്ട സാധനമാണ് നമ്മൾ നേരത്തെ കേട്ടത്. കുഫാരിങ്ങൾ ഇല്ലാതാക്ക്, വണ്ടിയിടിച്ച് കയറ്റ്, വിഷം കലക്ക് എന്നൊക്കെ പറയുന്ന സാധനം അതാണ്. കാഫിറിനെ ഇല്ലായ്മ ചെയ്യണം, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പച്ചയായ ഭീകരവാദം ഇതാണ് അവിടെ നടക്കുന്നത്. ഇതാണ് ജിഹാദ് എന്ന് പറയുന്നത്. ഇനി we are the highly secure Telegram messaging app in order to fill his rosters with insurgents from India, the investigation found. അതുകൂടാതെ ISIS has much more territory than you can imagine in Iraq, Sham, Libya, Khorasan, Africa, etc. These lands are ruled by Abu Bakr al-Baghdadi. ഇത് ഞാൻ വായിക്കുന്നത് ഒരു ഉദ്ദേശമുണ്ട്. He is the leader of all Muslims in the world. Therefore, it is obligatory to give by oath. അതായത് ഓത്ത് ഓഫ് അലീജിയൻസ് ടു ഹിം. ഹി സേസ് ഇൻ മലയാളം ഇൻ വൺ ഓഫ് ദ ട്രാൻസ്മിഷൻസ് ഫ്രം ഹിസ് അഫ്ഗാൻ ഹൈഡ് ഔട്ട് ഇൻ കേരള. ഇതാണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ടു ബാഗ്ദാദി എന്ന് പറഞ്ഞ ഒരു ആൾ ഏതോ ഒരു നാട്ടിലാണ്,
ഇവിടെ പറയാറ് അത് ജൂതന്മാരാണ് ഉണ്ടാക്കിയെന്നാണ് കേട്ടോ. എന്തായാലും അബ്ദുൾ റാഷിദ് അബ്ദുള്ളയ്ക്ക് ആ വിഷമം ഉണ്ടായിരുന്നില്ല. പുള്ളി നേരെ അത് വിശ്വസിച്ചു. മുസ്ലിമാണ്, കാലിഫേറ്റാണ്, അത് ഖലീഫയാണ് എന്ന് പറഞ്ഞാൽ പുള്ളി പോയെ. എന്നിട്ട് എന്താ ചെയ്തത്? അത് പോയിട്ട് അവിടെ പോയിട്ട് ബൈഅത്ത് ചെയ്തു. കാരണം ഈ ബൈഅത്ത് ചെയ്യൽ മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. ഇത് ചെയ്യാൻ വേണ്ടിയാണ് പണ്ട് അബൂബക്കറും ഉമറും കൂടി അലിയുടെ വീട്ടിൽ വന്ന് പാത്തുമ്മനെ ചവിട്ടിക്കൊന്നത്. അതാണ് നമ്മൾ പറയാറുള്ളത്. ഇതേ ബൈഅത്ത് ചെയ്യുന്ന ഒരു സമയമായതുകൊണ്ടാണ് ഉസ്മാൻ്റെ വീട്ടിൽ വന്ന് ഒളിച്ച നമ്മളുടെ ഒരു ചങ്ങാതി, നമ്മളുടെ ആദ്യത്തെ എന്താണ് അബ്ദുല്ലാഹിബിൻ അബി സർഹ് എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ ഒരു സ്ക്രൈബായിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് നബിക്ക് ഖുറാൻ ഇങ്ങനെ വൈഫൈ സന്ദേശം വരുമ്പോൾ അത് എഴുതിയെടുത്തിരുന്ന ആൾ. പുള്ളിയുടെ വക കുറേ ആയത്തൊക്കെ ഇറക്കിയിട്ടുണ്ട്. അള്ളാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ വകയാണ്. ക്രിയേറ്റേഴ്സിൽ വെച്ച് ഏറ്റവും നല്ല ക്രിയേറ്റർ, അതായത് വേറെ ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഖുറാനിലേക്ക് വലിയ സംഭാവന നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ അബി സർഹ്. ഈ അബി സർഹ് ഇത് മുഹമ്മദ് നബിയുടെ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി മതം വിട്ട് തിരിച്ച് മക്കയിലേക്ക് വന്ന് ജീവിക്കുന്ന സമയത്ത്, മക്ക വിജയത്തിൻ്റെ സമയത്ത് മുഹമ്മദ് നബി ഒരു ലിസ്റ്റ് ഇടുകയാണ്. ആ ലിസ്റ്റ് ഇട്ട കൂട്ടത്തിൽ തെരഞ്ഞു പിടിച്ച് കൊല്ലേണ്ട ആളുകളുടെ ലിസ്റ്റ് അതിൽ ഈ അബി സർഹ് ഉണ്ട്. ഈ അബി സർഹിനെ കൊല്ലാൻ വേണ്ടി ആളെ വിടുമ്പോൾ അബി സർഹ് ജീവനും കൊണ്ട് ഓടി. കാരണം മുഹമ്മദ് നബി ആണല്ലോ, കൊന്നിരിക്കും. പറഞ്ഞതാണ്, കഅബയുടെ കില്ല പിടിച്ചിട്ട് ആരെങ്കിലും അഭയം ചോദിച്ചാൽ അവിടെ വെച്ച് കൊല്ലാൻ പാടില്ല എന്നുള്ള നിയമം പോലും പാലിക്കേണ്ട, അവിടെയാണെങ്കിൽ വെട്ടിക്കോ എന്നാണ് മുഹമ്മദ് നബി പറഞ്ഞത്. ഇതാണ് ഇസ്ലാമിൻ്റെ ആ സമാധാനത്തിൻ്റെ ഒരു കോണം. അങ്ങനെ പുള്ളി ഉസ്മാൻ്റെ അടുത്ത് വന്നു. ഉസ്മാൻ്റെ എന്തോ ബന്ധുവാണ്. അങ്ങനെ വന്നപ്പോൾ ഉസ്മാൻ പുള്ളീനെ സംരക്ഷിച്ചു. ഉസ്മാൻ അല്ലെങ്കിലും എല്ലായിടത്തും ഫേമസ് ആണ്. ഉസ്മാൻ നേരെ മുഹമ്മദ് നബിയുടെ അടുത്ത് കൊണ്ടുവരികയാണ് ബൈഅത്ത് ചെയ്യാൻ. ഇപ്പോൾ പഴയ പോലെ ഒന്നുമല്ല, ഇപ്പോൾ നന്നായി മച്ചാനെ. നമ്മളുടെ എന്താണ് മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടല്ലോ, ഏതാണ് അതിൻ്റെ പേര് ഞാൻ മറന്നു. ആ സിനിമയിലുണ്ടല്ലോ, എന്താണ് ഭീഷ്മപർവ്വം. ആ ഭീഷ്മപർവ്വത്തിലൊരു സീനുണ്ടല്ലോ, മമ്മൂട്ടിയുടെ അടുത്ത് നന്നാക്കാൻ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ പോലെ കൊണ്ടുവന്നിട്ട് പറയാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഞ്ഞ് വരും. അപ്പോൾ 2 തവണ ചെയ്തു, 3 തവണ ചെയ്യുമ്പോഴാണ് പുള്ളി അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്, മുഹമ്മദ് നബി ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പുള്ളി അങ്ങ് നടന്നു പോകും. ഉസ്മാനും നമ്മളുടെ സർഹും അങ്ങോട്ട് നീങ്ങി പോകുമ്പോൾ മുഹമ്മദ് നബി ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് മണ്ടന്മാരാണ്, ഞാൻ 2 തവണ മിണ്ടാണ്ടിരുന്നില്ലേ, അപ്പോൾ അവൻ്റെ തല വെട്ടണ്ടായിരുന്നോ എന്ന് മുഹമ്മദ് നബി ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ പറയാറ് മുഹമ്മദ് നബി ക്ഷമിച്ചു, ആശാൻ ക്ഷമിച്ചു എന്നാണ് പറയുക. ഒരു ക്ഷമയില്ല, മുഹമ്മദ് നബിക്ക് വിഷമാണ്, ഇവർ മണ്ടന്മാർ വെട്ടിയില്ലല്ലോ എന്ന്. അപ്പോൾ കൂടെയുള്ള മണ്ടന്മാരെന്താ പറയുന്നത്, അയ്യോ അതിനാണോ കാത്ത്, ഞങ്ങൾക്ക് മനസ്സിലായില്ല, എന്നാൽ പിന്നെ കണ്ണിറുക്കിയൊന്ന് കാണിച്ചാൽ പോരാ, ഞങ്ങൾ വെട്ടൂലായിരുന്നോ എന്ന് ചോദിച്ച്. അപ്പോൾ പറയണത്, അത് ഞാനൊരു പ്രവാചകനല്ലേ, ഇങ്ങനെ കണ്ണിറുക്കി കാണിക്കണമെന്നു അതൊന്നും നമുക്ക് ചേർന്നല്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ സമയത്തും മുഹമ്മദ് നബിയുടെ ഉള്ളിൽ എന്താ, അവനെ തലവെട്ടി കൊല്ലാതെ ഇരുന്നതിലുള്ള അമർഷം, ഇതാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? ബൈഅത്ത് ചെയ്യുക എന്ന് പറയുന്നത് ഒരു രാജാവിനെ അങ്ങ് അംഗീകരിക്കുക എന്ന് പറയുക. ഇത് മറ്റൊരു കാര്യം കൂടി പറയാനാണ് ഞാനിവിടെ എടുക്കുന്നത്. നമ്മളുടെ ജോസഫ് മാഷ കൈവട്ടായാലും ഇതുപോലെ ഓരോ വിഷയം എടുക്കുന്ന സമയത്തും ഈ പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്തിരുന്നൊരു കാര്യമാണ്, കേരളത്തിലെ ഏതെങ്കിലും ഒരു അങ്ങാടിയിൽ അവരങ്ങ് ഒരു ഇമാമിനെ അങ്ങ് പ്രഖ്യാപിക്കും, അയാളാണ് നമ്മളെ നേതാവെന്ന് അങ്ങ് പ്രഖ്യാപിക്കും. എന്നിട്ട് അയാൾ പറയുന്നതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നീക്കുക. ഇങ്ങനെയാണ് ഇസ്ലാമിക രാജ്യം. ഇസ്ലാമിക രാജ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കാക്കാമാർ വിചാരിക്കണ പോലെ സൗദി അറേബ്യയോ ഇറാനോ ഇറാഖോ ഒന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അങ്ങാടിയിൽ പോലും നിങ്ങൾക്കൊരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാം. അതിന് വേണ്ട എന്താണ്, ഒരു ഇമാമിനെ തിരഞ്ഞെടുക്കുക, നിങ്ങളെല്ലാവരും അയാൾക്ക് ബൈഅത്ത് ചെയ്യുക, ഇത്രേ വേണ്ടു. ഇതാണ് ബാഗ്ദാദി അവിടെ ചെയ്തത്. അവിടെ ആ ഖൊറാസാൻ റീജിയൻ, അതുപോലെ നമ്മളുടെ സിറിയ, ഇറാഖ് ആ റീജിയനിലൊക്കെ ചെന്നിട്ട് പുള്ളി ചെയ്തത് ഇതാണ്. ഇനി ഞാനാണ് നിങ്ങളുടെ ഖലീഫ എന്ന് പറയുമ്പോൾ അത് ഏറ്റെടുക്കാൻ കുറേ ആളുകൾ വരുന്നു, അവർ ബൈഅത്ത് ചെയ്യുന്നു, നമ്മുടെ നാട്ടിൽ നിന്ന് വരെ പോയി ബൈഅത്ത് ചെയ്യുന്നു. ഇതാണ് ചെയ്തത്. ഇത് ചെയ്യണമെന്നാണ് പുള്ളി അവിടെ ഓഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനാണ് ആളുകൾ ഇവിടുന്ന് മറ്റേ ആട് മേയ്ക്കാൻ പോയിരുന്നത്. ഇനി ഇൻ ടേപ്സ് ഹി റിപ്പീറ്റഡ്ലി ഗ്ലോറിഫൈസ് ഐസിസ് ആസ് എ നോർമൽ കൺട്രി. ഐസിസ് എങ്ങനെയാണ് നോർമൽ കൺട്രി ആവുക? അങ്ങനെ ഒരു രാജ്യത്തല്ലല്ലോ നിലനിൽക്കുന്നത്. എസ്പൗസിങ് ഷരിയത്ത്, അത് ഷരിയത്തിൻ്റെ കീഴിൽ നിൽക്കുന്നതാണ്. ദിസ് ഈസ് ജസ്റ്റ് ലൈക്ക് എ കൺട്രി ഹിയർ, ജസ്റ്റ് ലൈക്ക് എനി അതർ ഗവൺമെൻറ്. വി ലീഡ് എ നോർമൽ ലൈഫ് ഹിയർ ഇൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ. എവറിത്തിങ് അലൗഡ് ഇൻ ഷരിയ ഈസ് ഡൺ ഹിയർ ആൻഡ് എനിത്തിങ് നോട്ട് അലൗഡ് ബൈ ഷരിയ കനോട്ട് ബി ഡൺ ഹിയർ. അതായത് 4 വെക്കാം, കെട്ടാം, കുട്ടിയെ പൂശാം, അതുപോലെ അടിമയെ വെക്കാം, എല്ലാം ഇവിടെ നടക്കും. എന്നാൽ നിങ്ങൾക്ക് സ്വയംഭോഗം പറ്റില്ല. നിങ്ങൾക്ക് അങ്ങനെ ചെറിയ ചെറിയ മറ്റ് കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ വലിയ പ്രശ്നമാണ്. ഓക്കെ, സ്വയംഭോഗമൊക്കെ ഹറാമാണ്, അടിമയെ നിങ്ങൾക്ക് പൂശാം, പക്ഷേ സ്വയംഭോഗം ഹറാമാണ്. ഇങ്ങനെയാണ് ഇസ്ലാമിൻ്റെ കടപ്പാട്. ഇനി ദർ ആർ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹിയർ അണ്ടർ ദ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗവൺമെൻറ് സച്ച് ആസ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ, മദ്രസയാണ്, വേറെ ഒന്നുമില്ല, ഡെക്കറേഷനൊന്നും വേണ്ട. അഗ്രികൾച്ചർ, ഇച്ചിരി മറ്റേ ഈത്തപ്പഴം ഉണ്ടാക്കണം, ആട് മേക്കണം. പിന്നെ പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മത പോലീസ്, അത്രയേ ഉള്ളൂ. പിന്നെ വെൽത്ത്, ജക്ക എന്ന് വെച്ചാൽ നമ്മളുടെ കുറച്ച് കൊള്ളയും കൊലയൊക്കെ നടത്തിയിട്ട് പിടിച്ചു പറിക്കണം. ബോക്കോ ഹറാം അവിടെ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതായത്
നൈജീരിയയിലുള്ള ഒഫീഷ്യൽ ഗവൺമെൻറ്റിനെ നിരന്തരം മുൾമുനയിൽ നിർത്തുകയാണ്. ആ നൈജീരിയൻ ഗ്രാമങ്ങളിലേക്ക് വന്നിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്ത്രീകളെയും പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് അവരെ വിട്ട് കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടും. അപ്പോൾ ഗവൺമെൻറ് കുറേ പൈസ കൊടുക്കും, അവരെ വിടും, അവർ തിരിച്ചു വരും, പിന്നെയും പിടിച്ചുകൊണ്ട് പോകും. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയും കാശുണ്ടാക്കുന്നു. അവർക്കത് പിടിക്കാം. കാരണം എന്താണ്, ഈ പിടിച്ചുകൊണ്ട് പോകുന്നത് മുഴുവൻ കൂടുതൽ അവിടുത്തെ ക്രിസ്ത്യാനികളെയാണ്. അതായത് നൈജീരിയയിലെ കാഫിറുകൾ. അവർക്ക് അവിടെ ലൈംഗിക തൊഴിലാളികളായിട്ട് അടിമകളാക്കി വെക്കാം. ഇതാണ് അവിടെ നടക്കുന്നത്. ഇത് അവരവിടെ ദുരുപയോഗം ചെയ്യുന്നു. അവരെ വലിയ തോതിൽ സെക്ഷൽ വയലൻസ്. ഇവിടെ ആരും അതിനെക്കുറിച്ചൊന്നും മിണ്ടാറില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇത് ചെയ്യുന്നത് കാക്കാമാരാണ്. ഇത് ജൂതനായിരുന്നെങ്കിൽ കാണിച്ചു തന്നേനെ. ഇത് ഐഡിയ എൻ്റെതായിപ്പോയി, സോറി, ഇത് ഐഡിയ എൻ്റെ ആയിപ്പോയി, നിൻ്റെ ആയിരുന്നു ഞാൻ ഇപ്പോൾ പൊളിച്ചേനെ എന്ന് പറഞ്ഞ മാതിരിയാണത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കഥ. അപ്പോൾ ഇതെല്ലാം ഈ വോയിസ് മെസ്സേജ് കൊടുത്തുകൊണ്ട് ആളുകളിലേക്ക് എത്തിച്ചിട്ട് ഈ ഐസിസിലേക്ക് ഉള്ള റിക്രൂട്ട്മെൻറ്റ് നിരന്തരം നടത്തിക്കൊണ്ടിരുന്ന ആളാണ് ഈ അബ്ദുൾ റാഷിദ്. ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ്. ഇനി പലതും ഇങ്ങനെ പറയുന്നുണ്ട്. ഞാനത് വായിച്ച് സമയം കളയുന്നില്ല. എന്നാലും ഒന്ന് രണ്ട് സെൻറ്റൻസ്. മൈ ഫ്രണ്ട് മുർഷിദ് മാരിഡ് എ വിർജിൻ വുമൻ. എങ്ങനെയാണ് സ്ത്രീകളെ കാണിച്ചിട്ട് ആളുകളെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത്? അപ്പോൾ കല്യാണങ്ങൾ കഴിച്ചതിൻ്റെ കഥകൾ. നിങ്ങളുടെ നാട്ടിലുള്ള ഭാര്യനെയൊക്കെ അവിടെ ഉപേക്ഷിക്കും, കിണറ്റിലിടും, എന്നിട്ട് ഇങ്ങോട്ട് വന്നോളൂ എന്നാണ് ഈ പറയുന്നത്. ഹി സേസ് സാജിദ് മാരിഡ് എ വിഡോ വിത്ത് 2 children ആൻഡ് മഞ്ജത്ത് എ വിഡോ വിത്ത് 1 child. അപ്പോൾ 2 ആളുകളുടെ കഥയൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറയുന്നത്. സോ വാട്ട് എവർ ദ കേസ് ഈസ് ഗെറ്റിംഗ് മാരീഡ് ഹിയർ ഈസ് ഈസി. ഇതാണ് പറഞ്ഞു. ഇതുകൂടാതെ 4 കെട്ടാം, അതുകൂടാതെ ഇഷ്ടമുള്ളത്ര അടിമപ്പെണ്ണ്, അതും അവിടെ നടക്കും. ഇത് കൃത്യമായിട്ട് ഈ 21-ാം നൂറ്റാണ്ടിലും ഇവിടെ ആരെങ്കിലും വർക്കൗട്ട് ആക്കുന്നുണ്ടെങ്കിൽ അത് ഹിന്ദുക്കളല്ല, അത് ക്രിസ്ത്യാനികളല്ല, അത് ജൂതന്മാരല്ല, അത് ബുദ്ധമതക്കാരല്ല, അത് ജൈനമതക്കാരല്ല, അത് സ്വതന്ത്ര ചിന്തകരല്ല, അത് കാക്കാമാരാണ്, മുസ്ലിങ്ങളാണ്, ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നവർ. മുസ്ലിങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? തീവ്രവാദി എന്ന് നമ്മൾ വിളിക്കുക. അത് എല്ലാ മുസ്ലിങ്ങളെക്കുറിച്ച് ആണോ? അല്ല. അപ്പോൾ മുസ്ലിങ്ങളുടെ ബാധ്യതയല്ലേ ഇത് തിരിച്ചറിയൽ? ഇങ്ങനെ ചെയ്യുന്ന മുസ്ലിങ്ങളും നമ്മുടെ ഇടയിലുണ്ട് എന്ന് തിരിച്ചറിയണ്ടേ? ഇതല്ലേ നമ്മൾ പറയുന്നത്. ഇത് പറയുമ്പോൾ അതിനുവേണ്ടി സിനിമ വെക്കുമ്പോൾ, അതിന് കഥ എഴുതുമ്പോൾ, അതിന് നാടകം വെച്ചാൽ ഉടനെ അത് മുസ്ലിങ്ങളെ കരിവാരി തേക്കുന്നു എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ ഇതെങ്ങനെയാണ് പിന്നെ മുസ്ലിങ്ങൾ അറിയാം? അപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ നവോത്ഥാനമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലുള്ള ഒരു ഉൾക്കാഴ്ച ഉണ്ടാകുന്നതായിക്കോട്ടെ, എന്തിനുള്ള ഒരു സാധ്യതയും ഇതുപോലുള്ള ഓരോ വിഷയവും അത് അവരിലേക്ക് തടയുന്ന ആളുകളായിട്ടല്ലേ ഇവിടുത്തെ ഈ പുരോഗമനം പറഞ്ഞ് നടക്കുന്ന ആളുകൾ മാറുന്നത്? ഇതാണ് നമ്മളെപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇതെല്ലാം പറയുന്നത് ഇവിടുത്തെ സംഖ്യകൾ മാത്രമായിട്ട് മാറുന്നു. പതിയെ പതിയെ അവർ പറയുന്നതാണ് ശരിയെന്ന് ലോകം സാക്ഷ്യപ്പെടുത്തും, കാക്കമാരും നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരും ഒഴിച്ച്. പിന്നെ ഇപ്പോൾ കോൺഗ്രസ്സുകാരും. അവസാനം എന്താ ഉണ്ടാവുക? ബോധമുള്ള ആളുകൾ കൂടുതൽ BJPയിലേക്ക് ചേക്കേറും. BJP ശക്തി പ്രാപിക്കും. ഇതാണ് ഇവിടെ ഉണ്ടാവുക. BJPക്ക് ഇനിയുള്ള കാലം ഇന്ത്യയിൽ വേറെ ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ അയോധ്യ ഇതൊന്നും വേണ്ട. ഈ ഭീകരവാദ പ്രവർത്തനത്തിനെതിരെ ഞങ്ങളെ ഉള്ളൂ എന്ന് വരുത്തി തീർത്താൽ മാത്രം മതി മുസ്ലിങ്ങൾ അവരെ കൂടെ കൂടും. നമ്മുടെ ഹിന്ദുക്കൾ അവരെ കൂടെ കൂടും. അതാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അതിൽ ഒരു വലിയ പറ്റം മുസ്ലിങ്ങളും ഈ BJPയിലേക്ക് പോകാനുള്ള സാധ്യതയും വിദൂര സാധ്യതയും അവിടെ നമ്മൾ കാണുന്നു. എളുപ്പമല്ല. കാരണം ആ മുസ്ലിങ്ങളെ പിന്തിരിപ്പിക്കുക ഈ നേരത്തെ പറഞ്ഞ വോക്കുകളാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി കാണാം. ഇൻഡോക്ട്രിനേഷൻ ഫോളോസ് നെക്സ്റ്റ് ആസ് ഹി ഗിവ്സ് ഹിസ് ഓൺ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സീക്രട്ട് ടെക്സ്റ്റ് ആൻഡ് ഷരിയ കോളിംഗ് ഐസിസ് പ്യുവർലി ഇസ്ലാമിക്. ഇത് അവരുടെ വകയാണ് കേട്ടോ. ഇൻ ദ സെയിം വെയിൻ ഹി ജസ്റ്റിഫൈസ് ദ യൂസ് ഓഫ് ബ്രൂട്ടൽ വയലൻസ് ആസ് പാർട്ട് ഓഫ് ജിഹാദ്. അത് അങ്ങനെയാണല്ലോ. അള്ളാഹു തന്നെ പറഞ്ഞിരിക്കും, ഞാൻ അവരുടെ മനസ്സുകളിൽ ഭയം ഇട്ടുകൊടുക്കും, അന്നേരം നിങ്ങൾ അവരുടെ പെരടിക്ക് വെട്ടണം എന്ന് ഇസ്ലാമിൽ ഖുറാനിൽ എഴുതി വെച്ചിരിക്കും. അപ്പോൾ ഒരാളുടെ മനസ്സിൽ ഇസ്ലാമിനെക്കുറിച്ച് ഭയം ഉണ്ടാക്കി കൊടുക്കുക, അതായത് ഇസ്ലാമോ ഫോബിയ ഉണ്ടാക്കിയത് ആരാണ്? പടച്ചോൻ തന്നെയല്ലേ. അങ്ങനെ അവരിൽ ഒരു ഭയം ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അവരുടെ പെരടിക്ക് വെട്ടിക്കോ. ഇസ്ലാമിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഖുറാനിലുള്ള ആയത്താണ് ഈ പറയുന്നത്. ഇനി ഇറ്റ്സ് എ സുന്ന ടു ഡു ജിഹാദ്. അത് ജിഹാദ് ചെയ്യാന്ന് പറയുന്ന ഒരു സുന്ന ആണെന്നാണ് പറയുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ് സുന്നയല്ല കേട്ടോ. പുള്ളി ഉദ്ദേശിച്ച സുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് നബിയുടെ ചര്യ എന്നേ ഉള്ളൂ. ഇത് സത്യത്തിൽ മൗദൂദിയൊക്കെ പറയുന്ന പ്രകാരം നിങ്ങൾ നിസ്കാരം നോമ്പുമായിട്ട് മാത്രം ജീവിച്ചാൽ പോരാ, നിങ്ങൾ ജിഹാദ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ആർ എ ഫെയിൽ ആസ് എ മുസ്ലിം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, എന്നാണ് മൗദൂദി പഠിപ്പിക്കുന്നത്. ഇനി എഗെയിൻസ്റ്റ് ദ മുഷ്രിക്കീൻ, അതായത് ജിഹാദ് എഗെയിൻസ്റ്റ് ഹൂം? അതാണ് ഇറ്റ്സ് എ സുന്ന ടു ഡു ജിഹാദ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഓൾസോ ഡസ് ജിഹാദ് എഗെയിൻസ്റ്റ് ദ മുഷ്രിക്കീൻ, കുഫാർ, മുർത്തദ്ദീൻ ആൻഡ് ദ മുനാഫിക്കീൻ. ആരൊക്കെയത്? ഒന്നുകൂടി പറഞ്ഞ നകുലേട്ട, നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? ഒന്നുകൂടിയും പറഞ്ഞുതരാം. മുഷ്രിക്കീൻ എന്ന് വെച്ചാൽ ഷിർക്ക് ചെയ്യുന്ന ആളുകൾ, കുഫാർ എന്ന് പറഞ്ഞാൽ കാഫിറുകളായിട്ടുള്ള, അതായത് ഹിന്ദുക്കൾ, മറ്റുള്ള ആളുകൾ. ഇനി മുർത്തദ്ദീൻ എന്ന് പറഞ്ഞാലാണ് നമ്മൾ അതിനകത്ത് പെടും, മുർത്തദികൾ, അപ്പോസ്റ്റേറ്റ്സ് എന്ന് പറയും. ഇനി മുനാഫിക്കീൻ, കപട വിശ്വാസി, അതായത് പുറത്ത് വലിയ നിസ്കാരം, അള്ളാഹു അക്ബറും സലാം പറച്ചിലും ഇൻഷാ അല്ലാഹ് ഒക്കെ ഉണ്ടാവും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ കുറേ കാക്കമാർ വിളിക്കാറുണ്ടല്ലോ, ഞാൻ പുറത്ത് പറയാം, ക്ലോസറ്റഡ് ആയിട്ട് നടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പകുതി വിശ്വാസമായിട്ട് നടക്കുന്ന അവരും കൊല്ലപ്പെടും. ഇതാണ് പറയുന്നത്. അപ്പോൾ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് വന്നു കഴിയുമ്പോൾ എന്തുകൊണ്ട്
അവിടെയുള്ള മുസ്ലിങ്ങൾ BJP യുടെ കൂടെ കൂടും എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. കാരണം അവിടെ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള മുഷ്രിക്കുകളായിട്ടുള്ള ആളുകൾക്കും അതുപോലെ മുർത്തദുകളായിട്ടുള്ള മുസ്ലിങ്ങൾക്കും അതുപോലെ തന്നെ മുനാഫിക്കങ്ങളായിട്ടുള്ള മുസ്ലിങ്ങൾക്കും ഒന്നും അവിടെ ജീവിക്കാൻ കഴിയില്ല. ഇതാണ് അവിടെ ഉണ്ടാവുക. ഇനി ലെറ്റ് അള്ളാഹ് ഷോ ദ കറക്റ്റ് പാത്ത് ടു ഓൾ ആൻഡ് മേ വി ഓൾ മീറ്റ് ഹിം ഇൻ അത് ഇന്നലെ കുറേ ഹിസ്ബോൾ ഇല്ലമാർ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവരും സ്വർഗ്ഗത്തിലാണ്, പക്ഷേ പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല എന്നാണ് നമ്മളുടെ നാസ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് അവസ്ഥ. അപ്പോൾ നിങ്ങളിവിടെ കാണുന്നു, അതായത് ഇതൊക്കെ NIAയും എല്ലാം സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ കണ്ടത് എന്താണ്? പെണ്ണുങ്ങളെ വരെ ഓഫർ ചെയ്തുകൊണ്ട് മുഹമ്മദ് നബി ചെയ്ത അതേ കാര്യം. തബൂക്ക് യുദ്ധത്തിൻ്റെ കഥ ഞാൻ പറഞ്ഞു. ഇത് ഒരു യുദ്ധം മാത്രമൊന്നുമില്ല, ഇഷ്ടംപോലെ യുദ്ധങ്ങളിൽ കാണാം. ഉഹദ് യുദ്ധം മുസ്ലിങ്ങൾ തോറ്റത് എങ്ങനെയാണ്? പെണ്ണുങ്ങളെ കണ്ട് ഓടുന്ന ശബ്ദം കേട്ട്, അതിൻ്റെ പാദസരത്തിൻ്റെ ശബ്ദം കേട്ട് അവരുടെ പിന്നാലെ ഓടി. ഇതാണ് ഉണ്ടായത്. അങ്ങനെ പോയപ്പോൾ ആ സ്ഥലത്ത് കൂടെ ശത്രുക്കൾ വന്നു അറ്റാക്ക് ചെയ്യുന്നു. ഇതാണ് അന്നുണ്ടായത്. അങ്ങനെ മുസ്ലിങ്ങൾ തോറ്റമ്പി. പടച്ചോൻ അവിടെ ഉറങ്ങാൻ പോയി, പടച്ചോനും പെണ്ണുങ്ങളെ പിന്നാലെ പോയി. അതാണ് സംഭവം. അതാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ഇതുപോലെ ഓരോരോ വിഷയങ്ങൾ നിങ്ങൾ എടുത്ത് നോക്കുക. ടിൽ മാർച്ച് ദിസ് ഇയർ ആസ് മെനി ആസ് 75 people have been arrested from across India for suspected links with ISIS. Of them 21 belong to Kerala. ഈ കണക്കാണ് ഞാൻ നേരത്തെ മുന്നിൽ വെച്ചത്, ഇവർ കണ്ടെത്തിയത്. ഇനി അതുകൂടാതെ അറ്റ്ലീസ്റ്റ് 2 of 20 IS Kerala recruits fear dead in Afghanistan. ഇത് 2017 വന്ന വാർത്ത. ഇത് അവിടെ വരികയാണ്, ഡ്രോൺ അറ്റാക്കിൽ വരുന്നു. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ അവസാനമായിട്ട് പറഞ്ഞു വെക്കുന്നത് എന്താണ്? ജിഹാദ് എന്ന് പറയുന്നത് ഓരോ മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. ഈ ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളെ നിങ്ങൾ മുഷ്രിക്ക്, മുനാഫിക്ക്, മുർത്തദ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാഫിറുകളെ പിന്നെ ആദ്യം കൊന്നു തീർക്കും. അതിനിട്ട് പിന്നെ ബാക്കി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടാവുന്ന മുസ്ലിങ്ങളെ കൊന്നു തീർത്ത് കഴിയുമ്പോൾ അവസാനം ഒരേ ഒരു മുസ്ലിമേ ഉണ്ടാവും. അത് ആ ഭാഗ്യമുള്ള ഒരാളായിരിക്കും. ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഈ വലിയ ബാങ്ക് റോബറിക്കൊക്കെ പോയിട്ട് പിന്നെ സാധനം കൈ കെട്ടി കഴിയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കും. ഈ ഓപ്പറേഷന് പോയ ആളുകൾ അവസാനം ഒരാൾ ബാക്കിയാവും. അങ്ങനെ ഒരാൾ ബാക്കിയായാൽ അയാളും ജിഹാദ് ചെയ്ത് സ്വന്തം ഇതുപോലെ കത്തി പള്ളക്ക് കയറി ചാവും. ഇതാണ് ഉണ്ടാവുക. കാരണം എന്താണ്? ഓരോ മുസ്ലിമിൻ്റെ ബാധ്യതയാണ് സ്വന്തം ശരീരത്തോട് വരെ ജിഹാദ് ചെയ്യണം. എന്നുവെച്ചാൽ നഖം വെട്ടുന്നത് ജിഹാദാണ്, മുടി വെട്ടുന്നത് ജിഹാദാണ്, എല്ലാം ജിഹാദാണ് എന്ന് വരുന്നിടത്താണ് ഇതിൻ്റെ കഥ. അങ്ങ് പോയി ആ ജിഹാദ് കാഫിറിനെ കൊല്ലുന്നത് വരെ ഉണ്ട് എന്നതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഈ വിഷയം നമ്മൾ പറയുമ്പോൾ ഇത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. യൂറോപ്പിൽ നിന്ന് സംസാരിക്കുന്നു, അമേരിക്ക സംസാരിക്കുന്നു, ഓസ്ട്രേലിയ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആരാണ്? നമ്മളുടെ മിഡിൽ ഈസ്റ്റ് തന്നെയാണ്. മിഡിൽ ഈസ്റ്റിലെ ഈ മുതലാളി എന്താ പറയണതെന്നും കൂടി നമുക്കൊന്ന് കേൾക്കാം. നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഇനിയും കേൾക്കാം. കാരണം അങ്ങനെയെങ്കിലും നമ്മളെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇച്ചിരി വെളിവ് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇത് പറയുന്ന ആളുകളൊക്കെ സംഖ്യയാണ്. അപ്പം നമുക്കൊരു അറേബ്യൻ സംഖ്യയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, പറയട്ടെ. أنت تتحمل مسؤوليتها. And let me say this in English so you can understand what I'm saying. I have translation. No, I know you have translation, but I just want to make sure you get it right. There will come a day that we will see far more radical extremists and terrorists coming out of Europe because of the lack of decision making, trying to be politically correct, or assuming that they know the Middle East and they know Islam and they know the others far better than we do. And I'm sorry, but that's pure ignorance. ഇതന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മളും പറയുന്നത്, എക്സ് മുസ്ലിങ്ങളിവിടെ പറയുന്നതാണ്. ഒറ്റ വ്യത്യാസമുള്ളൂ. ഇങ്ങനെ ഒരു അറബ്, ഒരു മിഡിൽ ഈസ്റ്റേൺ ഒരു സിറ്റിസണായിട്ടിരുന്ന് പറയുന്നതും ഞാൻ എന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഇത് പറയുന്ന ഓരോ എക്സ് മുസ്ലിമും ഇത് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ബിക്കോസ് ഐ നോ ഇസ്ലാം ആൻഡ് ദ മുസ്ലിംസ് ബെറ്റർ ദാൻ എനി അതർ ഇതുപോലെയുള്ള ഇങ്ങനത്തെ ടീമിനേക്കാൾ കൂടുതൽ. അതായത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരേക്കാൾ കൂടുതൽ, ഇവിടുത്തെ BJPയേക്കാൾ കൂടുതൽ, ഇവിടുത്തെ കോൺഗ്രസ്സുകാരേക്കാൾ കൂടുതൽ, ഇവിടുത്തെ പുരോഗമനം പറഞ്ഞു നടക്കുന്ന ആളുകൾ, ഇവിടുത്തെ വോക്ക് യുക്തിവാദികളേക്കാൾ കൂടുതൽ, ഇവിടുത്തെ ചില പോക്ക് എക്സ് മുസ്ലിങ്ങളെക്കാൾ കൂടുതലൊക്കെ നമുക്ക് ഈ സാധനം നന്നായിട്ട് മനസ്സിലായിട്ടുള്ള ആളുകളാണ്. എന്താണ് ഇസ്ലാമെന്നും, എന്താണ് ഇസ്ലാമിക് ടെററിസം എന്നും, ഇസ്ലാമിക് ജിഹാദ് എന്താണെന്നും, മുസ്ലിങ്ങൾ എന്താണ് കൊണ്ടു നടക്കുന്നത് എന്നും എല്ലാം കൃത്യമായിട്ട് അറിയുന്ന വ്യക്തികൾ എന്നുള്ള രീതിയിൽ നമ്മൾ പറയാണ്. ഇന്ത്യയിലും ഈ സാധനം പിടിമുറുക്കും. ഇതിനെതിരെ നമ്മൾ ഇറങ്ങിത്തിരിക്കണമെങ്കിൽ ചില വഴികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന, ഇന്ത്യക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ആദ്യം ബ്ലാസ്ഫമി നിയമം എടുത്ത് കളയുക, മതവിമർശന ചറപറ വ്യാപകമാക്കുക. 2, കൃത്യമായ നിയമനിർമ്മാണത്തിലൂടെ ഏറ്റവും തുടക്കത്തിലെ ഇത്തരത്തിലുള്ള സംഗതികൾ കാണുമ്പോൾ അത് നുള്ളിക്കളയാനുള്ള വഴികൾ ഒരുക്കുക. എന്ന് വെച്ചാൽ
ഇന്ത്യൻ മുസ്ലിംസും ഇവിടെ ജീവിക്കുന്ന ഹിന്ദുക്കളും തമ്മിൽ ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ അത് ഈക്വലാണ്. അവിടെ നിങ്ങൾക്ക് മതത്തിൻ്റെ പേരിൽ ഒരു വേർതിരിവില്ല എന്നത് അവിടെ ഗ്രൗണ്ട് ചെയ്യണം, അതവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കണം. ഇവിടെ അതല്ല സ്ഥിതി. ഇവിടെ എല്ലാത്തിലും മുസ്ലിം ആണെങ്കിൽ വേറെ നിയമം, ഹിന്ദുക്കളാണെങ്കിൽ വേറെ നിയമം, അത് പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ യൂണിഫോം സിവിൽ കോഡ് പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ വഖഫ് നിയമത്തിൻ്റെ ഭേദഗതി കൊണ്ടുവന്നിട്ട് അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമ്പോൾ പോലും നമ്മളതിനെ അനുകൂലിക്കുന്നതുകൊണ്ട് ഈ ഒരു എലമെൻ്റ് അതിനകത്തുണ്ട്. കൃത്യമായ നിയമം അത് നടപ്പിലാക്കിയാൽ ഇത് നിയമത്തിന് മുന്നിൽ തുല്യരാണ് മതഭേദമന്യേ എന്ന് വന്നു കഴിഞ്ഞാൽ തനിയെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് വ്യത്യാസം വരും. അതായത് നമുക്ക് ഇവിടെ സുഖമാണ്, ഇവിടെ ജീവിക്കാൻ എല്ലാം ഇവിടെ ഉണ്ട് എന്ന ഒരു ധാരണ അവർക്ക് ഉണ്ടാകണം. ഇത് ഇവിടുന്ന് പോയാൽ അത് കിട്ടില്ല എന്ന് ബോധിപ്പിക്കാൻ നമ്മൾ പ്രത്യേകിച്ച് മെനക്കെടേണ്ട കാര്യമില്ല. ഒന്ന് പാകിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ അങ്ങനെ അങ്ങോട്ട് പോകാൻ ഇഷ്ടംപോലെ രാജ്യങ്ങളുള്ളതുകൊണ്ട് വലിയ എളുപ്പമാണ്, അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഏതായാലും എനിക്ക് അവസാനമായിട്ടും തുടക്കത്തിലൊക്കെ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ കുട്ടികൾക്ക് പേരിടുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പേരിടാതിരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളെ പാടായി. എന്തായാലും ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല. അങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പേരിട്ട് ആ കുട്ടി എങ്ങനെ എവിടെയെങ്കിലും കാണാണ്ടായി വല്ല മാളിലോ എയറോപ്ലെയിനിലൊക്കെ ഇരുന്ന് വിളിച്ചാൽ തീർന്ന് അപ്പം തന്നെ നിങ്ങളെ പിടിച്ച് പുറത്തേക്ക് എറിയും. അതാണ് ഉണ്ടാവുക. മോനെ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചാൽ മതി, അല്ലാഹു അക്ബർ എന്ന് മാത്രമേ നാട്ടുകാർ കേൾക്കുള്ളൂ. മറ്റേ അശ്വത്ഥമ എന്ന ആന ഹദ എന്ന് പറഞ്ഞ പോലെ ഇരിക്കും. അതായത് ആനയാണ് ചത്തത് എന്ന് പറയുന്നതിന് പകരം അശ്വത്ഥമാവ് മരിച്ചു എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞ മോനെ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുമ്പോൾ അല്ലാഹു അക്ബർ മാത്രമേ നാട്ടുകാർ കേൾക്കുള്ളൂ, ദേ കിടക്കണു, ഗെയിം ഓവർ, ഇതാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, കുട്ടികൾക്ക് പേരിടുന്ന സമയത്ത് അത് ശ്രദ്ധിക്കണം. ഇതാണ് പറയാനുള്ളത്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ കേരള സ്റ്റോറി വന്നപ്പോൾ അതിൽ ഞാനിത് അവസാനം പറയുകയാണ്, 32,000 ഒരു കണക്കാണ് പറഞ്ഞത്. അപ്പോൾ അതിലെന്താ 32,000 എവിടെ തെളിവെന്നാണ് ചോദിക്കുന്നത്. 32,000 ഉടനെ ആകും എന്നെനിക്ക് അന്ന് ഞാൻ പറഞ്ഞത് 32,000 തെറ്റ് തന്നെയാണ്, അങ്ങനെ ഒരു കണക്കില്ല എന്ന് അവരും സമ്മതിച്ച കാര്യം, അവരും അത് ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ പോക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അധികം വൈകണ്ട, 32,000 അല്ല 52,000 ആയിരിക്കും നമ്മളിനി പറയേണ്ടി വരിക എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ഓർത്തേക്കുക. കേരളത്തിൻ്റെ പോക്ക് ആ ഒരു ലെവലിലേക്കാണ്. അന്നും ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് കുറേ വേട്ടാവളിമാർ ഇവിടെ അന്നും ഉണ്ടാവും. ഇതേത് കേരളം, ഇതേത് കാസർഗോഡ്, ഇതേത് കണ്ണൂർ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആളുകൾ ഇവിടെ ഉണ്ടാവും. അവരോട് നമുക്ക് ഇപ്പോഴേ പറയാനുള്ളത്, നിങ്ങൾക്കാവുന്ന പണി നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ എടുത്താൽ പോകാത്ത പണിക്ക് നിൽക്കണ്ട. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു ആഗോള യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ പറയുന്ന ആളുകളെ പറയാൻ അനുവദിക്കുക. നിങ്ങൾ അവരെ ചങ്കിച്ചാപ്പയായിട്ട് അടിക്കാനാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളത് അടിച്ചോ, അതിൽ നമുക്ക് തിരക്കിടുന്നില്ല. അതായത് നിങ്ങൾക്ക് അറിയുന്ന പണിയുള്ളൂ എന്ന് നമ്മളങ്ങ് മനസ്സിലാക്കി നമ്മളെ പണിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും അവസാനമായിട്ട് ഞാനൊരു കാര്യം, കോടതി പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ദ കേരള സ്റ്റോറി ഈസ് നോട്ട് അഗെയിൻസ്റ്റ് ഇസ്ലാം ബട്ട് അബൌട്ട് ഐസിസ് എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ കേരള സ്റ്റോറി ഈസ് നോട്ട് അഗെയിൻസ്റ്റ് മുസ്ലിംസ്, ഇറ്റ്സ് അഗെയിൻസ്റ്റ് ഐസിസ് ഓർ ഇസ്ലാമിക് ടെററിസം എന്നാണ് നമ്മൾ പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതിനെ നമ്മൾ കോൾ ഔട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കണം, പരമാവധി ഉപയോഗിക്കണം. ഇതേ നമ്മുടെ മുന്നിലുള്ള പോകാൻ വഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ദയവായിട്ട് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് 52,000 അല്ല 72,000 എന്നാണ് പറയുന്നത്. ഓക്കെ, 72,000. ഇപ്പോൾ 32,000 ആണ് പറഞ്ഞത്, അത് 72,000 ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും മാറും, അതിനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ നിർത്തുന്നില്ല. ബാക്കി മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. ബാങ്ക് വിളി വേണമെങ്കിൽ നമുക്ക് ഇടാം, അല്ലെങ്കിൽ എന്തായാലും ഒന്ന് കേട്ടേക്കാം. ഏതായാലും ഇത്രയും നേരം നിങ്ങൾ ഇരുന്നതല്ലേ, ബാങ്ക് വിളിച്ച് കേട്ടിട്ട് നിങ്ങൾ പോയാൽ മതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണാം. ഓക്കെ. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa പുതിയ ഷർട്ടാണ്. Ashhadu anna mitumuyyal rasulu dinga. Ashhadu anna mitumuyyal rasulu dinga. Hayya ala free thinking. ഫ്രീ തിങ്കിങ്ങിലേക്ക് വരൂ. ഇതാണ് Hayya ala
على scientific temper. സയന്റിഫിക് ടെമ്പറിലേക്ക് വരൂ, അത് ഉയർത്തും. حي على scientific temper. യെസ്, സയന്റിഫിക് ടെമ്പർ. Dingahu Akbar, Dingahu Akbar. La ilaha illa dinga. അപ്പോൾ എന്തായാലും ഇത് വേണമെന്ന് എല്ലാവർക്കും ഒരേ നിർബന്ധമാണ്, അതുകൊണ്ടാണ് ഞാനത് ഇടുന്നത്. അപ്പോൾ സൗകര്യമുള്ള ആളുകൾ കേൾക്കുക. പിന്നെ ഇത് എനിക്ക് ഒരു രസം അനുഭവപ്പെട്ടത്, ഈ സാധനത്തിൻ്റെ ഓഡിയോ ആരൊക്കെയോ എക്സ്ട്രാക്ട് ചെയ്ത് ഓഡിയോ ഫയലായിട്ട് വാട്സപ്പിൽ പറത്തി വിട്ടിട്ടുണ്ട്. ചില ആളുകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്, ആളുകളിലേക്ക് എത്തട്ടെ, ബാങ്ക് ഇങ്ങനെയും വിളിക്കാം എന്നുള്ളത്. അപ്പോൾ ആരാ ഇത് ഓതിയത് പാടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും എല്ലാ ആളുകൾക്കും വലിയ ഇഷ്ടമായി എന്നാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി നാളെ മറ്റൊരു വിഷയമായിട്ട് വരാം. നാളെ നമ്മളുടെ നൈറ്റ്, ആ ഒരു ഫ്രൈഡേ കോൾസ്, ആ ഒരു ഹലോ ഫ്രീ തിങ്കർ, അത് നാളെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നീട്ടുന്നില്ല. ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.